പക്ഷേ ഹിജ്റ 950 വർഷക്കാരനായ ഇബ്നു ഹജറുൽ ഹൈതമിയുടെ ശിഷ്യനായി സൈനുദ്ദീൻ മഖ്ദൂം പൊന്നാനിയിലൂടെ കടന്നു വരികയാ. സമകാലികനായി ബോംബെയിൽ നിന്ന് ഷിയ വിശ്വാസിയായ മുഹമ്മദ് ഷാഹ് എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ടോട്ടിയിലും കടന്നു വരുന്നു. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ തുഫത്തുൽ മുജാഹിദീൻ പരിശോധിക്കുമ്പോൾ കാണാം അല്ലേ. പിന്നീട് മുസ്ലിംകൾ 2 തട്ടിലേക്ക് മാറി. പൊന്നാനിക്കൈ, കൊണ്ടോട്ടിക്കൈ. അന്ന് ഈ ജാറമ്പെടുക്കല് മാലമൗലിക ഏർപ്പാടുകൾക്കൊക്കെ മുന്നിൽ നിൽക്കുന്ന കൊണ്ടോട്ടിക്കാരാൻ, അതിനെതിരുള്ള ടീമും പൊന്നാനിക്കാരാൻ. ആണ് പൊന്നാനിക്കൈയും കൊണ്ടോട്ടിക്കൈയും. ഈ കൊണ്ടോട്ടിക്കാരെ ഷിയ വിശ്വാസിയായ മുഹമ്മദ് ഷാനെ ഹൈലൈറ്റ് ചെയ്തു. മുഹമ്മദ് ഷാ വലിയുള്ളാഹ് മുരീദന്മാർക്കതാവില്ല. മുഹമ്മദ് ഷാ അല്ലാഹുവിന്റെ വലിയാണ്. ആര് മുരീദായി കൂടിയോ അവർക്ക് നാളെ അദാബ് ഉണ്ടാവുകയില്ല. അന്നവർക്കെതിരെ പറഞ്ഞത് പൊന്നാനിക്കാരാ. മുഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർക്ക് അദാബുണ്ട്. മുഹമ്മദ് ഷാ അല്ലാഹുവിന്റെ വലിയൊന്നുമില്ല. ആര് മുരീദായി കൂടിയോ അവർക്ക് അല്ലാഹുവിന്റെ അദാബ് ഉണ്ടാകുമെന്നാണ്. പിന്നീട് നമ്മൾ കണ്ടത് മുഹമ്മദ് ഷായുടെ കാലം കഴിഞ്ഞു, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കാലം കഴിഞ്ഞു. രണ്ടും കൂടെ സമ്മിശ്രമായ ഒരു ദീന് കേരളത്തിൽ ഒഴുകാൻ തുടങ്ങി. പിന്നെ ഇന്ന് പോലും സമസ്തയുടെ കയ്യിൽ 23ഓളം ഗ്രന്ഥങ്ങൾ ഷിയാക്കളുടെ കിതാബ് തർജ്ജമ ചെയ്തതാണ്. ഇവിടെയുള്ള ബഹ്റൈനിലൊക്കെ ഉള്ള പരിചയമുള്ള മുസ്ലിങ്ങൾക്ക് അറിയാൻ പറ്റും. അവിടെ 60% ഷിയാക്കളുള്ള നാടാണ്. കേരളത്തിലെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ നടത്തുന്നത് ബഹ്റൈനിലെ സുന്നികളാണോ ഷിയാക്കളാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ഷിയാക്കളല്ലേ? അല്ലേ? പലതും നമ്മൾ അറിയാതെ അവരെ ഇമിറ്റേറ്റ് ചെയ്തു, പലതും കൊണ്ടുവന്നു. ഈ അടുത്ത കാലത്ത് കേട്ട ലോകം നിയന്ത്രിക്കുന്നത് CM ഊരാണെന്ന് കേട്ട വാക്കിൽ പോലും ഷിയായിസല്ലേ ഇല്ല പ്രിയമുള്ളവരെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു എന്ന് കേട്ടിട്ടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു എന്ന് കേട്ടിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇല്ല. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു എന്നില്ല. കോഴിക്കോട് ചുറ്റടിമേത്തിൽ അബൂബക്കർ മുസ്ലിയാർ ലോകം നിയന്ത്രിക്കുന്നുണ്ടത്രേ. CM മടവൂർ. അത് പോവാൻ വലിയ കാറ്റൊന്നും വേണ്ട. സൗദി അറേബ്യ പോയിട്ട് കഫീലിനോട് പറയാ, കഫീലെ ലോകം നിയന്ത്രിക്കുന്നതൊക്കെ ആരാന്നറിയോ? ഞങ്ങളുടെ നാട്ടിൽ, ഇന്ത്യയിലെ, കേരളത്തിലെ കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് 6 മണ്ണിൽ മറവ് ചെയ്യപ്പെട്ട ചിറ്റടിമയത്തിൽ അബൂബക്കർ മുസ്ലിയാണ് ഈ സൗദി ഉൾപ്പെടെയുള്ള ലോകമൊക്കെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞാൽ ആ കഫീൽ ചോദിക്കുന്ന മജ്നൂൻ യാ സഖാഫി, നിനക്ക് ഭ്രാന്തുണ്ടോ? അത്ര കാറ്റേ അതിനുള്ളൂ. പക്ഷേ ഈ ലോകം നിയന്ത്രിക്കുന്നത് അലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞവർ ഷിയാക്കളാണ്. രണ്ടാമത് ലോകം നിയന്ത്രിക്കുന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, ഒരുപാട് കടന്നു വന്നില്ലയോ? ചാറമ്പെടുക്കാൻ പഠിപ്പിച്ചവർ ഷിയാക്കളാണ്. മരിച്ച മയ്യത്തിനെ മറവ് ചെയ്താൽ എന്ന് പറഞ്ഞ് ഖബറിൽ കിടക്കുന്ന മയ്യത്തിനോട് ചോദ്യോത്തരങ്ങളെ പഠിപ്പിച്ചു കൊടുത്തതാരാ? അതും ഷിയാക്കൾ തന്നെയാണ്. ഒരുപാടുണ്ട്. നേരം മഗ്‌രിബിന്റെ സമയത്ത് കിബിലക്ക് മുന്നിട്ടുണ്ട് പക്ഷിപ്പാട്ടും കുറത്തിപ്പാട്ടൊക്കെ പാടി ആര് പഠിപ്പിച്ചത്? കുറത്തിപ്പാട്ട് ഫാത്തിമ ബീവിയുടെ പേറിന്റെ കഥ വുളു എടുത്ത് പറയുന്ന ചിച്ചിലെന്നും ജൽജിലെന്നും കൽപ്പതത്തീനോഷ ഓഷകെട്ടി മാമലിയാർ വന്നു നിന്ന് നോക്കി നേരം കുറത്തി തന്റെ മരവലിയാർ കണ്ടു എന്ന് പറഞ്ഞിങ്ങനെ വന്നില്ലേ? ഫാത്തിമ ബി 1 പെറ്റാൽ 10 പെറ്റാമേനി എന്ന് പറഞ്ഞ പേറിന്റെ കണക്ക് പറയുന്നുണ്ട്. പക്ഷിപ്പാട്ടെന്ന് പറയുന്ന അക്ബർ സുദഖാന്റെ കഥ ഒരു വ്യാഴവട്ടക്കാലം മുഴുവൻ പാതിരാവാതുകളിലും നിങ്ങൾ കൊണ്ടുവന്നതാ. പുസ്തകമായി, അറബി മലയാളമായി ഓഡിയോ കാസറ്റുകളായി, ഓഡിയോ സീഡികളായി വരെ നിങ്ങൾ പുറത്തിറക്കിയതല്ലയോ? പ്രിയമുള്ളവരെ, തൂർസീന പർവ്വതത്തിന്റെ മുകളിലിരിക്കുന്ന അക്ബർ സുദഖാനോട് അല്ലാഹുവിന്റെ ഹബീബ് വിളിക്കുന്നു എന്ന് പറയുമ്പോ ബിലാലിനെ പരിഹസിക്കുന്നു. നീ പറഞ്ഞാൽ ഞാൻ വരൂല. ഉമർ റളിയല്ലാഹു അൻഹു ആ പക്ഷി പരിഹസിക്കുന്നുണ്ട്. നീ ഉക്കാല ചന്തയിലോ ഖാലിദിനോട് തോറ്റ ഉമൈറല്ലേ
പറയടാ, ഞാൻ കടന്നു വരൂല എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആട്ടി ഓടിച്ചതും ആ പക്ഷിയാ. നിങ്ങൾ പറയുന്ന മക്കത്തെ റസൂലിനെ ഞാൻ അറിയില്ല. പ്രിയമുള്ളവരെ, ആ പക്ഷി അവിടുന്ന് അക്ബർ സദഖാന്റെ പക്ഷിയുണ്ടല്ലോ, സുബഹിന്റെ നേരത്ത് മുട്ടായിട്ടോ ഞാൻ, ളുഹറിന്റെ നേരത്തും മുട്ടായൊന്നിട്ടോ ഞാൻ, മേൽമാസാറിനായി കോട്ടിൽ ഞാൻ ചെല്ലുമ്പോ എന്റെ പക്ഷിയാട്ടി പുറത്താക്കി എന്ന് പറഞ്ഞ് പാടി വരുന്ന സുബൈക്കും ളുഹറിനും മഗ്‌രിബിനൊക്കെ മുട്ടയിടുന്ന പക്ഷിയാണ്. പക്ഷേ ആ മുട്ടയുടെ ഓതറതിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞു ആ പക്ഷിയെ ആട്ടിപ്പുറത്താക്കിയ കഥയാണ് പറയുന്നതെങ്കിൽ പക്ഷിയോട് രമ്യതയിലെത്തിക്കാ ബിലാൽ വിളിച്ചു നോക്കി, ഉമർ വിളിച്ചു നോക്കി, പക്ഷേ പക്ഷി വരുന്നില്ല. നിങ്ങൾ പറയണ റസൂലുള്ളാഹിനെ ഞാൻ അറിയില്ല. അവസാനം ബിലാൽ പറയുന്നുണ്ട്, ഞാൻ എങ്ങാനും തിരിച്ചു പോയാൽ ഇനി അടുത്തതായി കടന്നു വരുന്നതാരാ എന്ന് പറഞ്ഞ് അലി റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തി വെക്കുന്ന ഒരു മേഖല കാണാ. ഖാതിലുൽ കുഫാരീന വാരിബു കൻകസുറൻ കസുറ അലി ഹൈദർ അസദുല്ലാഹി അൻഹു റളിയല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമകനാകും അലി എങ്ങാനും കടന്നു വന്ന ദുൽഫുഖാർ എന്ന് പറയുന്ന വാളിന്റെ മേലെ നിന്റെ തല അവിടെ ചിഹ്നിച്ചു തരുമെന്ന് പറയുമ്പോ ആ പക്ഷി പറയുന്നുണ്ട്, മക്കത്തെ അലിയോട് പറയല്ലേ, മക്കത്തെ അലിയോട് പറയല്ലേ, മക്കത്തെ റസൂലുള്ളാഹിനെ അറിയില്ല, മക്കത്തെ അലി അറിയാം ആരുണ്ടാക്കിയതാണ്. ഫാത്തിമ ഖദീജ ബീവിയുടെ പോറിന്റെ കഥ, ഷിയായിസത്തിന്റെ കഥ, അതുപോലെ തന്നെ ഫാത്തിമ ബീവിയുടെ ജനനത്തിനെ പ്രത്യേകം എടുത്തു പറയുന്ന ജഅലമുഹം അവിടുന്ന് ഫാത്തിമ മൗലിദിന്റെ കഥകളാരാ, ഷിയായിസങ്ങളല്ലയോ. പ്രിയമുള്ളവരെ, എന്തിനേറെ അല്ലാഹു അല്ലാത്ത മഹാന്മാരോട് തേടിയാലും കുഴപ്പമില്ല, ഇലാഹാണെന്ന വിശ്വാസം ഉണ്ടാകാതിരുന്നാലും മതിയെന്ന് ഇവിടെ മുനീർ ഷറഫിയുടെ സംസാരത്തിൽ നിങ്ങൾ കേട്ടില്ലോ. ഈ വാദം പോലും ലോകത്തോടെ പഠിപ്പിച്ചവരാരാണെന്നറിയുമോ? ഷിയാക്കളുടെ ഖുമൈനി തന്റെ കശ്ഫുൽ അസ്റാർ എന്ന് പറയുന്ന കിതാബിലാ. എല്ലായിടത്തും സ്വാധീനം അറിഞ്ഞോ അറിയാതെ വന്നു. നമ്മളുടെ പള്ളിയിൽ ഓതണ ഖുത്ബല്ലേ, വെള്ളിയാഴ്ചയിലെ ഖുത്ബയിൽ നബാത്തിയ ഖുത്ബ, ഇബ്നു നബാത്തത്തുൽ മിസ്രിയുടെ നബാത്തിയ ഖുത്ബയിൽ അവസാനം 4 ഖുലഫാഉർ റാഷിദുകൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് അടുത്ത വെള്ളിയാഴ്ചകളൊന്ന് പോയിട്ടൊന്ന് കാതോർത്ത് നോക്ക്. വഅമീരിൽ മുഅ്മിനീന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, വഅമീരിൽ മുഅ്മിനീന ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, അമീരുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഞാൻ അവിടെ ഒരു ബ്ലാങ്ക് ഇടാൻ. അടുത്ത എന്താ ഉസ്താദ് പറയുന്നത്? അടുത്ത വെള്ളിയാഴ്ച നോക്കി അലി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ മാത്രം അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇല്ല. ആച്ചാ, ഏത് പ്രത്യേകതയാണ് പയ്യങ്കിപ്പള്ളിയിലെ നബാത്തിയ ഖുത്ബയിലെ ഇത്ര പ്രോഗ്രസ് ചെയ്ത് പറയണത് എന്നൊന്ന് കാതോർത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ജീവിതത്തിൽ പലതും കടന്നു വന്നു. ഞാൻ പറയണത്, പ്രിയമുള്ളവർ, നമുക്ക് ആ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഇങ്ങനെ എടുത്ത് ജീവിച്ചു നോക്കി. അതിനപ്പുറം ഒന്നും വേണ്ട. അത് കൊണ്ടുവന്ന നബിയോടുള്ള സ്നേഹം എന്നല്ല റസൂലുള്ളാഹിനെ വഞ്ചകൻ എന്ന് വിളിക്കലാണ്. ആ ഒരു മേഖല എന്റെ വാക്കല്ല കേട്ടോ, നിങ്ങൾക്ക് ആയത്ത് എഴുതി വെക്കാം. വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായത്തിലെ 3-ാമത്തെ ആയത്ത് ഇസ്ലാമിനെ പൂർത്തീകരിച്ചു എന്ന ആയത്തിറങ്ങുന്നു. ആയത്തിനെ വിശദീകരിച്ചത് ഷാഫി ഇമാമിന്റെ ഉസ്താദ് ഇമാം ദാറുൽ ഹിജ്റ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥത്തിന്റെ പേര് അൽ-ഇഅ്തിസാം, പേജ് നമ്പർ 49. ഇത്രയല്ലേ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ആയത്തേതാണ് ദുൽഹജ്ജ് 9 അസർ നമസ്കാര വേഷം ലോകത്തിന്റെ പ്രവാചകൻ ഒട്ടക പുറത്തിരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്ത ആയത്തുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി
വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽയൗമ ഇന്നേ ദിവസം ഇതാ അക്മൽതു ലക്കും ദീനക്കും നിങ്ങളുടെ മതത്തെ ഇതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു കൊണ്ട് തന്നിരിക്കുക. വഅത്മംതു അലൈക്കും നിഅമതി എന്റെ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ മേലെ പരിപൂർണമാക്കി തരുകയും ചെയ്തു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടുകൊണ്ട് നൽകിയുന്ന അള്ളാന്റെ ദീനിനെ അല്ലാഹു പൂർത്തീകരിച്ചു എന്നാണ് ദുൽഹജ്ജ് 9 ആയത്തിറങ്ങുന്നു. ദുൽഹജ്ജും കടന്നു മുഹറവും കടന്നു സഫറിന്റെ അവസാനത്തില് അല്ലാഹുവിന്റെ ഹബീബിന് വഫാത്തിന്റെ രോഗം വരികയാ. റബീഉൽ അവ്വലിന്റെ ആദ്യത്തിലൂടെ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട പറയുന്നതിന്റെ 3 മാസങ്ങൾക്ക് മുമ്പ് അവതീർണമായ ആയത്തിലൂടെ അല്ലാഹു പറയാ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു തന്നു എന്നാ. പ്രിയമുള്ളവരെ, ആ ദീനിലേക്ക് ഒന്നും എടുത്തു വെക്കാനില്ല, ഒന്നും അതിൽ നിന്ന് എടുത്തു കളയാനും നമുക്ക് അവകാശമില്ല. അല്ലാഹുവിന്റെ മുത്തുനബി ആയത്തിനെ പഠിപ്പിച്ചു തരുമ്പോ പ്രിയമുള്ളവർ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാ മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ. ആരെങ്കിലും ഈ മതത്തിലൂടെ പുതിയൊരു ആചാരത്തെ കൊണ്ടുവന്നാൽ യറാഹാ ഹസന അതിനെ അവൻ നല്ലതല്ലേ എന്ന് കാണുക കൂടെ ചെയ്തു പോയാൽ, എന്റെ പ്രിയമുള്ളവരെ, പല പുത്തൻ ആചാരങ്ങളും കൊണ്ടുവരുമ്പോ അത് നല്ലതാണ്, ബിദ്അത്തുൻ ഹസനയാണെന്ന് വാദമുന്നയിക്കുന്ന ആളുകളോട് നല്ലതല്ലേ എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഫഖദ സഅമ അവൻ വാദിച്ചു പോകുന്ന വാദം എന്താണെന്നറിയോ? അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഖാന ഫിൽ റിസാല. അല്ലാഹുവിന്റെ മുത്ത് റസൂൽ തന്റെ ദൗത്യത്തിലൂടെ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത്. ലിഅന്നല്ലാഹു തആല യഖൂൽ, കാരണം അല്ലാഹു തആല പറയുന്നുണ്ട് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും ഇന്നേ ദിവസം ഇതാ നിങ്ങളുടെ മതത്തിനെ പൂർത്തീകരിച്ചു എന്നാ. എന്താ പറഞ്ഞത്? നല്ലതല്ലേ എന്ന് പറഞ്ഞൊരു പുതിയ ആചാരത്തെ കൊണ്ടുവന്നാൽ അവൻ വാദിക്കുന്നത് ഈ നല്ല കാര്യം പറയാതെ റസൂലുള്ള ഞങ്ങളെ വഞ്ചിച്ചു എന്നാണ്. നഊദു ബില്ലാഹ്. കാരണം അല്ലാഹ് പറഞ്ഞു ഇസ്ലാമിനെ പൂർത്തീകരിച്ചു. അല്ലാഹ് പറയാ ഇസ്ലാമിനെ പൂർത്തീകരിച്ചു. സ്വഹീഹ് മുസ്ലിം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോവാണ്ടോ? മുഴുവൻ കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുണ്ടോ? മുഴുവൻ കാര്യവും പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ദീനാവട്ടെ ലൈലുഹാ കനഹാരിഹാ, അതിന്റെ രാവ് പോലും പകല് പോലെ പ്രശോഭിതമാണ്, സംശയങ്ങളില്ല. ഇത് സിറാത്തുൽ മുസ്തഖീമാൻ, നേരായ വഴിയാണ്, വെട്ടിത്തിരിച്ചലുകളില്ല, കുറുക്കുവഴികളില്ല, ഇത് നേരായ പാതയാണ്. ഒക്കെ റസൂലുള്ള പറഞ്ഞു. അപ്പൊ നമ്മൾ പറയാൻ റസൂലെ നിങ്ങൾ നബിദിനം ആഘോഷിച്ചിട്ടില്ലല്ലോ? ഇല്ല. റസൂൽ നിങ്ങൾ ഉറൂസ് നടത്തിയിട്ടില്ലല്ലോ? ഇല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഉറൂസിൽ പങ്കെടുത്തിട്ടില്ലല്ലോ? ഇല്ല, അവര് പങ്കെടുത്തിട്ടില്ല. നബി നിങ്ങൾക്ക് ജീലാനി ദിനം അറിയില്ലല്ലോ? അറിയില്ല. എന്നാ അതൊക്കെ ദീനിൽ പുതിയതാണ്, നല്ല ബിദ്അത്തുൻ ഹസനയാ. അപ്പൊ നമ്മൾ എന്താ വാദിക്കേണ്ടത്? ഇത് റസൂലുള്ള പറഞ്ഞു തരാതെ നമ്മളെ വഞ്ചിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത്. കാരണം അല്ലാഹ് പറയാ പൂർത്തീകരിച്ചു, നമ്മൾ പറയാ ഇതുകൂടെ അതിലുണ്ട്, പക്ഷെ അത് റസൂലുള്ള പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ളൂ. അടുത്ത വാക്ക് ഷാഫി ഇമാമിന്റെ ഉസ്താദ പറയണേ, മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയണേ, അടിവരയിട്ട് വെച്ചാൽ മതി 49ാമത്തെ പേജിൽ അല്ലേ ഇത്തിസാമില്. فما لم يكن يومئذ دينا فلا يكون اليوم دينا. ആകയാൽ റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളില് മതമല്ലാതിരുന്ന ഏതൊക്കെ കാര്യമുണ്ടോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളില് ചാടിക്കളിക്കുന്ന ഷാദുൽ ഇറാത്തീബ് എന്ന് പറയുന്ന ആചാരമില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ ആയുധമെടുത്ത് ശരീരത്തിലൂടെ പ്രഹരിക്കുന്ന ഖുത്റാത്തീബ് എന്ന് പറയുന്ന ആചാരമില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ റമദാനുകൾ കടന്നുപോയതാണ്. അന്ന് 17-ന് പ്രത്യേകമായ ഒരു ബദരീങ്ങളുടെ ആണ്ടില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക്
ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളില് അവിടുന്ന് ഉഹുദീങ്ങളും ബദരീങ്ങളും ശുഹദാക്കളുടെ ഉറൂസുകൾ ഉണ്ടായിട്ടില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കൾ ഉണ്ടായതെങ്കിലോ അവരുടെ ചാരങ്ങളെ പഠിപ്പിട്ടില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ റബീഉൽ ആഖിറുകളിലെ ജീലാനി ദിനങ്ങളില്ലെങ്കിലോ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളില് അവിടത്തെ ഉമ്മമാര് പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിലോ അതൊന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് പോയിട്ടുണ്ടെങ്കിലോ ഇന്നും നിങ്ങൾക്ക് ദീനാ. അന്നില്ലാത്തതൊന്നും ഇന്ന് ദീനല്ല, അന്നുള്ളതേ ഇന്നും ദീനായി മാറാവൂ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു റസൂലുള്ളാഹിന്റെ കാലത്തെ ജീലാനിതനില്ലെങ്കിൽ ഇന്നും നിങ്ങൾക്ക് ദീനല്ല. അതെങ്ങനെ അങ്ങനെ പറയാ? കാരണം റസൂലുള്ളാഹിന്റെ കാലത്തൊന്നും മൊയ്‌ദി ശൈഖ് ഇല്ലല്ലോ. റസൂലുള്ളാഹിന്റെ കാലം കഴിഞ്ഞിട്ട് വന്ന ആളല്ലേ. അറിയോ, നമ്മുടെ പള്ളിയിലൊക്കെ ജീലാനിദിനം വരുമ്പോ ചൊല്ലണ മൊയ്‌ദി ശൈഖിന്റെ മൗലൂദില്ലേ, അതിൽ പറയണ കുറെ കാര്യമുണ്ട്. എന്താണ്? ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ. നബിദിനത്തിന് പറഞ്ഞു നൂഹ് നബിയെ മുഹമ്മദ് നബിയോട് നൂഹ് നബി ഇസ്തിയാസ ചെയ്തുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് റബീഉൽ അവ്വൽ പാടിയ അതേ പള്ളിയില് തൊട്ടടുത്ത മാസം റബീഉൽ ആഖിറിൽ പാടാ അനകുന്തു മഅനൂഹിം ബിഅലാ സഫീനത്തി. നൂഹ് നബി രക്ഷപ്പെടാൻ കാരണം കപ്പലിന്റെ മുകളിലത്തെ നിലയിൽ മൊയ്‌ദി ശൈഖ് ഉണ്ടായത് കൊണ്ടാണ്. മങ്കൂസ് മൗലിദിൽ എന്താ പറഞ്ഞേ? മുഹമ്മദ് നബിയാണ്. ഫുയൂദാത്തിൽ എന്താ പറഞ്ഞേ? മൊയ്‌ദി ശൈഖാണ് അല്ലേ? അതേ മങ്കൂസ് മൗലിദ് റബീഉൽ അവ്വൽ പാടി വകാന ഫീ സുൽബി ഇബ്രാഹീമ ഹീന ഉൽഖിയ ഫിന്നാരി ഫഅദ വസാറ ലഹ്വുഹാ മുഹമ്മദാ. മുതകത്ത് മുഹമ്മദ് നബി ഉണ്ടായത് കൊണ്ടാണ് ജ്വാല തണുച്ചു പോയത്. ഇബ്രാഹിം നബിയുടെ തീക്കുണ്ടാരം തണുത്തത്. ഇപ്പുറത്ത് റബീഉൽ ആഖിർ എത്തിയപ്പോ പാട്ട് മാറ്റി. കുൻതുമ ഇബ്രാഹീമ മുൽകം ബിനാരിഹി ഫമാ ബാറദൻ നീറാനു ഇല്ലാ ബിദഅവതി. മുതകത്ത് മുഹമ്മദ് നബി ഉണ്ടായത് കൊണ്ടാണ്, മൊയ്‌ദി ശൈഖ് ഉണ്ടായത് കൊണ്ടാണ്. ആ മുഹിയുദ്ദീൻ ശൈഖ് ഇബ്രാഹിം നബിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതും മുഹിയുദ്ദീൻ ശൈഖ് പറഞ്ഞുകൊണ്ടാണ് തീ അവിടെ തണുത്തുപോയത് എന്നാണ്. പക്ഷെ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു രണ്ടും അല്ലാട്ടോ, ഞാനാണ് ഇബ്രാഹിം. ഏത് വേണം നിങ്ങൾക്ക് തീരുമാനിക്കാം. മൗലൂദ് വേണോ, ഫുയൂദാത്ത് വേണോ, മങ്കൂസ് മൗലൂദ് വേണോ, അള്ളാന്റെ കലാമ് വേണോ? അല്ലേ? അപ്പൊ ഇതൊക്കെ പറയുമ്പോ നൂഹ് നബീനെ മൊയ്‌ദി ശൈഖ് രക്ഷിച്ചു, ഇബ്രാഹിം നബീനെ മൊയ്‌ദി ശൈഖ് രക്ഷിച്ചു. ദാവൂദ് നബിയുടെ കാലത്ത്, ഇദ്രീസ് നബിയുടെ കാലത്തും സുലൈമാൻ നബിയുടെ കാലത്തും മൊയ്‌ദി ശൈഖ് ഉണ്ട്. എത്രത്തോളം അല്ലാഹുവിന്റെ ഹബീബ് മിഅ്റാജ് പോകുമ്പോ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ ദീനിലൂടെ കടത്തിക്കൂട്ടിയ കൊള്ളയാ. മിഅ്റാജ് പോകുമ്പോ കോടി വൈദ്യ റസൂലുള്ള താഴേക്ക് വീഴുമ്പോ മൊയ്‌ദി ശൈഖ് ഷോൾഡർ കാണിച്ചു കൊടുത്തു എന്നാ. മൊയ്‌ദി ശൈഖ് ഷോൾഡർ കാണിച്ചു കൊടുത്തു. അതിന്റെ ഫലമായിട്ടാണ് റസൂലുള്ള പറഞ്ഞത് എല്ലാ ഔലിയാക്കളും പോന്നോട്ടെ. അവിടെ മൊയ്‌ദി മാലയിൽ പാടുന്നില്ലേ? കാഫർ മലയിന്നും യജൂജ് നാട്ടുന്നും ബഹ്റ് മുഹീത്തുന്നും യജൂജ് നാട്ടുന്നും. കാഫ് മലയെന്നും യജൂജ് നാട്ടെന്നും ബഹ്റ് മുഹീത്തുന്നും ഔലിയാക്കൾ വന്നിട്ട് തല കാണിച്ചു കൊടുത്തു എന്നുള്ള പാട്ട് പാടുന്ന സന്ദർഭത്തില്ല. കാഫ് മല അവിടെ മാത്രം, പിന്നെ പേര് മുഹമ്മദിന്റെ മാപ്പിള പാട്ടിലുള്ളൂ കേട്ടോ. കാഫുമല കണ്ട പൂങ്കാറ്റെ, അല്ലാണ്ട് ഇസ്ലാമിക ചരിത്രത്തിലൊന്നും ഇടണ്ടായിട്ടില്ല. അപ്പൊ എന്താണെങ്കിലും ശരി, അവിടുന്ന് ഔലിയാക്കൾ വന്ന് തല കാണിച്ചു. ഒരാൾ തല കാണിച്ചു കൊടുക്കൂല പറഞ്ഞു, അയാളെ പാതാളത്തേക്ക് ചവിട്ടിത്തയച്ചു. ബാലരമ, കുട്ടൂസൻ, ഡാങ്കിനി ഒക്കെ മാറിക്കണ കഥകളാണ്. മഹാബലി ഒക്കെ മാറിക്കും. അങ്ങനെ പാതാളത്തേക്ക് താത്തി ആഴ്ചയിൽ ഒരു ദിവസം പൊന്തി ഈ വക കഥകളൊക്കെ പറയുന്ന ഇടം. ഞാൻ പറഞ്ഞ എന്റെ പോയിന്റ് ഇവിടെയാണ്. എല്ലാ നബിമാരുടെ കാലത്തും മൊയ്‌ദി ശൈഖ് ഉണ്ട്. എന്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല? ഞാൻ മൊയ്‌ദി ശൈഖിനെ അല്ലാട്ടോ പറയണേ, ഒറിജിനൽ ശൈഖിനെ ഞങ്ങൾ അംഗീകരിക്കും ഇൻഷാ അല്ലാഹ്. മൊയ്‌ദി ശൈഖിന്റെ കിതാബ് ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ കിതാബ് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പഠിപ്പിക്കുന്നു.
കോഴിക്കോട് നിന്നുണ്ടാക്കിയതല്ല, തമിഴ്നാട്ടിൽ നിന്നുണ്ടാക്കിയതല്ല. ഒറിജിനൽ കാസ്പിയൻ കടൽ തീരത്തുള്ള കൈലാൻ എന്ന് പറയുന്ന പട്ടണത്തിൽ പറവികൊണ്ട് അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്ന പണ്ഡിത കുലപതി ഇറാഖിന്റെ ബഗ്ദാദിന്റെ നിസാമിയ യൂണിവേഴ്സിറ്റിയിലെ അല്ലാമ യൂസുഫ് ബിൻ അയ്യൂബ് അൽ ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ കീഴിൽ 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെ പഠനം നടത്തിയ, ഖുർആനിലും ഹദീസിലും ലുഅത്തിലും പ്രാവീണ്യം നേടിയ, ഫത്ഹുർ റബ്ബാനിയും ഫത്ഹുൽ ഖൈബും മറ്റുള്ളവർ കൈകടത്തി എന്ന് പറയപ്പെടുന്ന ഔനിയത്തുൽ ത്വാലിബീൻ ലോകത്തിന് സമ്മാനിച്ച പണ്ഡിത കുലപതി സാക്ഷാൽ അബ്ദുൽ ഖാദർ ജീലാനിയെ അദ്ദേഹത്തിന്റെ പണ്ഡിത സേവനങ്ങൾ അംഗീകരിക്കുന്നവരാ. വയനാട് ജില്ലയിൽ കാളിത്തള്ള കണ്ട പച്ചക്കുതിരക്ക് മേലെ വന്ന് നിങ്ങൾ കെട്ടിയുണ്ടാക്കുന്ന കഥകളോട്, ഈ വക പുള്ളുകളോട് അംഗീകരിക്കാൻ ഞങ്ങൾ കിട്ടാത്തോണ്ടാണ്. അപ്പൊ എന്റെ വിഷയം ഇതാണ്, ഇവരെ ഈ കാലത്തൊക്കെ മൊയ്തീൻ ഷേഖ് ഉണ്ടെന്ന് പള്ളിയിൽ പാടും. എന്തേ മുഹമ്മദ് നബി അറിഞ്ഞില്ല? എന്തേ മുഹമ്മദ് നബി പറഞ്ഞെന്നില്ല? എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടും വേറൊരു പൊള്ളു പറഞ്ഞു. എന്തെന്നറിയോ? അല്ലാഹെ കൊല്ലുന്ന ആളെന്ന് ഞാനുണ്ടെങ്കിൽ അപ്പോഴവര് കൈ പീഡിപ്പഞ്ഞാനെന്നോവർ. അല്ലാഹുവിനെ കൊല്ലുന്ന നാൾ ഞാൻ ഉണ്ടായിട്ടില്ല. അന്ന് ഞാൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അവരുടെ കൈ ഞാൻ പിടിക്കുമായിരുന്നു. ആരാണ് ഹല്ലാജ്? ഹല്ലാജുൽ മൻസൂർ. ഞാനാണ് റബ്ബ്, ഞാനാണ് അല്ലാഹ്. ഇന്ന് ലോകത്ത് വാദിച്ച രണ്ടാളുകളിൽ രണ്ടാമനാണ് ഹല്ലാജുൽ മൻസൂർ എന്ന് പറയുന്ന മനുഷ്യന്. മുഹമ്മദ് നബിക്ക് ശേഷം വന്ന ആളാ. നൂഹ് നബിയെ ഞാൻ രക്ഷപ്പെടുത്തി, ഇബ്രാഹിം നബിയെ ഞാൻ രക്ഷപ്പെടുത്തി, മുഹമ്മദ് നബി വീണപ്പോഴോ മീറാജിൽ അപ്പോഴും ഞാൻ രക്ഷപ്പെടുത്തി. പക്ഷെ ഹല്ലാജിന്റെ കാലത്ത്, മുഹമ്മദ് നബിക്ക് ശേഷം വന്ന ഹല്ലാജിന്റെ കാലത്ത് അന്ന് ഞാൻ ഉണ്ടായിട്ടില്ല. ഉണ്ടാകുമായിരുന്നെങ്കിൽ ഉഡായിപ്പ് നടത്തി ഞാനാണ് അല്ലാഹ് എന്ന് പറഞ്ഞു. കണ്ണ് കാണാത്ത മനുഷ്യനോട്, ഒരു കണ്ണ് കാണുന്ന മനുഷ്യനെ കണ്ണ് കാണാത്തവനായി അഭിനയിക്കാൻ പറഞ്ഞ് അവസാനം ഇത് മാറ്റിക്കൊടുക്കാൻ ഹല്ലാജ് വന്നു. എന്നിട്ട് ഇയാള് അഭിനയിപ്പിച്ചു. അവസാനം നാട്ടുകാർ പിടികൂടി അല്ല എന്ന് പറഞ്ഞ് ഈ മനുഷ്യനെ തല്ലിക്കൊന്നു. അയാളുടെ പേരിലാണ് പറയണേ, അന്ന് ഞാൻ അവരുടെ കൊന്നവരെ കൈ ഞാൻ പിടിക്കുമായിരുന്നു. ലോകത്ത് അല്ലാഹ് എന്ന് വാദിച്ച രണ്ടാൾക്കാരെ സപ്പോർട്ട് ചെയ്ത ഒരേ ഒരു വിഭാഗം ഇവിടെ സമസ്തയാണ്. ഒന്ന് ഹല്ലാജിനെ സപ്പോർട്ട് ചെയ്തു, രണ്ട് ഫിർഔൻ. നമ്മൾ എന്ത് ഫിർഔൻ എന്ന് പറഞ്ഞ മോശക്കാരനെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സമസ്തയുടെ അംഗീകരിക്കപ്പെട്ട ത്വരീഖത്തിൽ, അക്ബരിയ ത്വരീഖത്തിൽ ഫുസൂസുൽ ഹിക്മ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. ആ കിതാബിൽ പറയാണ് ഫിർഔൻ കാമിലായ മുഅ്മിനാണ്, കാമിലായ മുഅ്മിനാണ്. മൂസ അലൈഹിസ്സലാം ഫിർഔനിന്റെ മയ്യത്ത് കുളിപ്പിക്കാത്തത് കാരണത്താലാണ് അല്ലാഹു ചെങ്കടലിലൂടെ ഫിർഔനിനെ മുക്കിയത്. ഫഖറജ ത്വാഹിറൻ മുതഖറാ, പരിശുദ്ധി നൽകപ്പെട്ടവനായി ഫിർഔൻ ഉയർത്തപ്പെട്ടതാ എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഫുസൂസുൽ ഹിക്മ എന്ന് പറയുന്ന കിതാബില്. അത് അക്ബരിയ ത്വരീഖത്തിന്റെ ഗ്രന്ഥമാണ്. സമസ്തയുടെ റിസാല മദ്ഹ് പറഞ്ഞ ഗ്രന്ഥമാണ്. നിങ്ങള് ഇത്രയും ത്വരീഖത്തുകളും ഒക്കെ എഴുതി വെച്ച് വിശ്വാസത്തെ വികലമായി ചിത്രീകരിക്കപ്പെടുന്നതും നമ്മൾ അവിടേക്കൊന്നും കയറുദ്ദേശിക്കണില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലുള്ള നമ്മുടെ ദീനൊക്കെ ഒരു തകരാറുണ്ടാവില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും നല്ല കാര്യമല്ലേ, ദിക്ർ ചൊല്ലണു, സ്വലാത്ത് ചൊല്ലണു, അന്നദാനം നടത്തണു, നല്ല നല്ല കാര്യങ്ങളൊക്കെ അല്ലേ നടക്കണമെന്നുള്ളതാണ്. പ്രിയമുള്ളവർ, നമ്മളുടെ കയ്യിലെ മനോഹരമായ ഒരു 500 നോട്ടുണ്ട് വിചാരിക്കുക. ആ 500 നോട്ടിലെ ലെറ്റേഴ്സ് കറക്റ്റാണ്, എംബ്ലംസ് കറക്റ്റാണ്, എഴുത്തുകൾ കറക്റ്റാണ്. പക്ഷെ അതിൽ റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് കാണാനല്ല. പയ്യങ്കിയിൽ ഒരു കടയിൽ പോയിട്ട് 5 രൂപയുടെ ഒരു ചീപ്പ് വാങ്ങിയിട്ട് 500 നോട്ട് കൊടുത്തിട്ട് പറയും ബാക്കി ഒന്നും തരണ്ട, നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞ അയാൾ പറയുമ്പോൾ മര്യാദയ്ക്ക് നോട്ടും കൊണ്ട് പൊക്കോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിച്ചോളാം. എന്തേ? നമ്മൾ പറയും കള്ള നോട്ടാണ്, റിസർവ് ബാങ്ക് ഗവർണറുടെ ഒപ്പ് അതിൽ കാണാനില്ല. ഒരു കാര്യം ദീനാകണമെങ്കിൽ അന്നദാനല്ലേ, ദിക്റില്ലേ, സ്വലാത്തില്ലേ ഒക്കെ ശരിയാ, കുറച്ച് സൈന്യം ഉണ്ടാവും, എന്നാലും ഇതൊക്കെ അല്ലേ ഉണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തില് ലോകത്തിന്റെ പ്രവാചകൻ റിസാലത്തിന്റെ ഒപ്പ് ചാർത്തിയില്ലേ, റിസാലത്തിന്റെ ഒപ്പ് ചാർത്തിയില്ലേ, അത് ദീനല്ല. അല്ലാഹുവിന്റെ ഹബീബ് അംഗീകാരം തന്നാല് അത് ഇസ്ലാമായി മാറുന്നുള്ളൂ. നമ്മളുടെ വക കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഒരാൾ തുമ്മിയിട്ട് പറഞ്ഞു അൽഹംദുലില്ലാ,
വസ്സലാമു അലാ റസൂലില്ലാ. വാക്കിന് പോലും ഒരു തകരാറില്ലല്ലോ. അള്ളാന്റെ ഹബീബിന് അള്ളാന്റെ രക്ഷയുണ്ടാവട്ടെ. നല്ല അർത്ഥം, നല്ല പദാണ്. ഇത് കേട്ട് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, വലൈസ ഹകദാ അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെ പറയാൻ ലോകത്തിന്റെ പ്രവാചകൻ നമ്മളോട് പഠിപ്പിച്ചിട്ടില്ല. തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ പഠിപ്പിച്ചതാരാ? അള്ളാന്റെ നബിയാണ്. അതിന്റെ കൂടെ വസ്സലാമു അലാ റസൂലില്ലാ, നല്ല പദമല്ലേ, നല്ല അർത്ഥാണ്. പക്ഷെ റസൂലുള്ള പഠിപ്പിച്ചിട്ടില്ലേ, അവിടെ നിന്നോളണം. എന്താണോ പഠിപ്പിച്ചത് അത് പറഞ്ഞോളണം. ഇനി നമ്മൾ പറയും ഇതൊക്കെ നല്ലതാണ്. ഞാൻ നിങ്ങളോട് പറയാ, ഇത് വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിച്ചു തരാൻ മജ്ലിസുൻ നൂർ, മഹ്ദറത്തുൽ ബദരിയ, ദിക്ർ ഹൽക, ഉറൂസ്, ആണ്ട്, കുത്റാത്തീബ്, കുത്തുബിയ്യത്ത് തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഹദ്ദാദും റാത്തീബും മൗലൂദും ഒക്കെ ദീനാണ്, അമലു സ്വാലിഹാത്താണെന്ന് ഞാൻ സമ്മതിച്ചു തരാൻ. നാളെ പരലോകത്ത് നമ്മൾ കടന്നു വരുന്ന ഒരു രംഗം ആലോചിച്ചു നോക്കിയെങ്കിൽ 2025 26 പയ്യങ്കിയിലെ മുസ്ലിങ്ങൾ കെട്ടുകണക്കിന് ഇബാദത്തിന്റെ കൂമ്പാരമായി ഇങ്ങനെ കടന്നു വരികയാണ്. കാരണം കുത്തുബിയ്യത്തുണ്ട്, ഹദ്ദാദുണ്ട്, റാത്തീബുണ്ട്, മൗലൂദുണ്ട്, മജ്ലിസുൻ നൂറുണ്ട്, മഹ്ദറത്തുൽ ബദരിയുണ്ട്, ആണ്ടുണ്ട്, 40 ഉണ്ട്, ചാവടിയന്തരുണ്ട്. അങ്ങനെ കുറെ പുണ്യങ്ങളായിട്ട് ഇങ്ങനെ നിറഞ്ഞു വന്ന് നിൽക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്നതാരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അവരുടെ കയ്യിൽ ദിക്റുണ്ട്, സ്വലാത്തുണ്ട്, സദഖയുണ്ട്, ഹജ്ജുണ്ട്. അവരുടെ കയ്യിൽ അള്ളാന്റെ മാർഗത്തിലെ പോരാട്ടമുണ്ട്, സുന്നത്ത് നോമ്പുകളുണ്ട്, റവാത്തിബ് സുന്നത്തുകളുണ്ട്, അന്നദാനങ്ങളുണ്ട്, ഒരുപാട് അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അവരുടെ കയ്യിലൊന്നും ഇല്ലാത്ത കുറെ അമലു സാലിഹാത്തുകൾ പയ്യങ്കിക്കാരുടെ ഏടിലെ. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കും, എന്താ നബിയെ, ഞങ്ങളുടെ ഏടിലൊന്നും ഇല്ലാത്ത ഒരുപാട് പുണ്യകർമ്മങ്ങള് കാസർഗോഡ് ജില്ലക്കാരായ പയ്യങ്കിക്കാരുടെ ഏടിലുണ്ടല്ലോ, എന്താ നബിയെ ഞങ്ങളോട് നിങ്ങൾ പറഞ്ഞു തരാത്ത? അത് അബൂബക്കർ, ഉമർ, നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത ദീനാണ്, പയ്യങ്കിക്കാർക്ക് മനസ്സിലായിട്ടുള്ള പ്രത്യേക ഇസ്ലാമാണ് എന്ന് പറയുന്ന ഒരു ദീൻ ഉണ്ടാവോ ലോകത്ത്? അങ്ങനെ ഉണ്ടാവോ? ഉണ്ടാവോ? ഒന്ന് ഒരു പേപ്പറിലൊന്ന് എഴുതി വെച്ച് ഒരു ദിവസം ദീനായി ചെയ്യണം, മുഴുവൻ കാര്യങ്ങളും എഴുതി വെക്കണം. 1400 വർഷങ്ങൾ എത്തണതൊക്കെ നമ്മൾ ടിക്ക് ചെയ്യുക. അതിന്റെ ഇടയിൽ കടന്നു വന്നത് നമുക്ക് വേണ്ട, നമുക്ക് വേണ്ട. നഖം മുറിക്കുന്നതിന് 1400 പഴക്കമുണ്ട്, പല്ല് തേക്കുന്നതിന് 1400 പഴക്കമുണ്ട്, സുബഹി നമസ്കാരത്തിന് 1400 പഴക്കമുണ്ട്. ഇടയിലൊരു മുഹിയദ്ദീൻ മാലപാടി കോഴിക്കോട് എത്തിയപ്പോൾ ബ്ലോക്കായി, 400 കൊല്ലേ പഴക്കമുള്ളൂ. കുത്തുബിയ്യത്ത് തമിഴ്നാട് വരെ എത്തി, ബ്ലോക്കായി, അതിനപ്പുറം പോയിട്ടില്ല. നിങ്ങൾ മക്കയിൽ പോയിട്ട് അവിടുത്തെ പ്രസിദ്ധമായ ബുക്ക് സ്റ്റാളിൽ പോയി ചോദിക്കുക, 2 മുഹിയദ്ദീൻ ഒരു കുത്തുബിയ്യത്ത്, അവര് മേപ്പോട്ട് വെക്കും. നേരെ മറിച്ച് നിങ്ങൾ ചോദിച്ചോക്കെ അബ്ദുൽ ഖാദർ ജീലാനിയുടെ കിതാബ് കിട്ടുമോ? അവര് നിങ്ങൾക്ക് ഫത്വ റബ്ബാനി എടുത്തു തരും, ഫുതൂൽ ലൈബ് എടുത്തു തരും. എന്താ ഇവിടുത്തെ ഉസ്താദ്മാര് ജീലാനി ദിനത്തിന് ഈ മാല പാടിനേക്കാളും മൊയ്തീൻ ഷെയ്ഖിന്റെ പേരിൽ കോഴിക്കോട്ടുകാരനെ എഴുതിയതാണോ പാടണ്ടേ? മുഹിയദ്ദീൻ ഷെയ്ഖ് എഴുതിയതാണോ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? മുഹിയദ്ദീൻ ഷെയ്ഖ് എഴുതിയത് പഠിപ്പിച്ചു കൊടുത്താൽ ഇവിടെ ഊതി വീർപ്പിച്ച സമസ്ത അത് തകരും, അത് തകരും. ഇസ്തിആസ് ശിർക്കാന്ന് മുഹീദ് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അല്ലാത്തവരോട് ആവലാതിപ്പെടരുതെന്ന് മൊയ്തീൻ ഷെയ്ഖ് ചെല്ലാൻ പറ്റൂല എന്ന് മൊയ്തീൻ ഷെയ്ഖിന്റെ ഫത്വ റബ്ബാനിയിലുണ്ട്. അള്ളാഹ് തൗഫീഖ് നൽകിയ ആ കിതാബുകൾ ഉദ്ധരിച്ചിട്ടേ ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുള്ളൂ. ഞാൻ പറഞ്ഞത് ആ മുഹിയദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണില്ല. ഇല്ല, നമ്മൾ കുറെ പുതിയതിന്റെ പിന്നാലെ ഓടി. പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടത് റസൂലുള്ളാഹിന്റെ കാലത്തെ ദീനാണ്. ആ ദീനാണ് ഒരാളെ മുറുകെ പിടിക്കുന്നതെങ്കിൽ സുനിശ്ചിതമായ അയാളുടെ വിശ്വാസങ്ങളിലൂടെ തകരാറ് സംഭവിക്കില്ല. തൗഹീദ് ഭദ്രമാ, ആ മതത്തിനൊരാൾക്കും ചൂഷണം ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ ബിദ്അത്ത് വന്നാലോ തൗഹീദ് തകരും, തൗഹീദ് തകരും. അതുപോലെ തന്നെ ദീനിന്റെ അടിത്തറകൾ തകരും. അള്ളാന്റെ ദീനിലെ കച്ചവടങ്ങൾ കടന്നു വരും. ബിദ്അത്തിൽ, സുന്നത്തിൽ ഒരിക്കലും ഒരു തകരാറ് സംഭവിക്കൂല. നമ്മളുടെ ദീനിനെ ഏറ്റവും മോശമായി ചിത്രീകരിക്കാൻ കാരണമായത് ബിദ്അത്തുകളെ കൊണ്ടാണ്. എന്നിട്ട് ആ ബിദ്അത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി നമ്മൾ പലതും പറഞ്ഞൊപ്പിച്ചുണ്ടാക്കിയെടുത്താൽ നമ്മൾ ഒറിജിനൽ റസൂലുള്ള പഠിപ്പിച്ച സുന്നത്ത് നിങ്ങൾ ഒന്നാലോചിച്ച മതി. 10 സ്വഹാബത്തിനെ പറ്റി റസൂലുള്ള പറഞ്ഞ സ്വർഗത്തിലാണ് അല്ലേ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു അജ്മഈൻ തുടങ്ങി സഅദുൻ സഈദുൻ സുഹബൈ റംതുൽഹാതു വഅബി ഉബൈദഹു വബിനിയ ഫിന്നഹശീരിൽ കറബി. റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞ 10ഓളം വരുന്ന സഹാബ
അവര് 10 പേരും സ്വർഗത്തിലാ. അവര് 10 പേരും സ്വർഗത്തിലാ. ചോദിക്കട്ടെ, ആ 10 പേര് നിബിധനം നടത്തിയതെന്നാണ്? ആ 10 പേര് നടത്തിയ ഉറൂസ് ആരുടേതാ? ആ 10 പേരും ജാറം മൂടാൻ പോയത് ആരുടെ മഖാമിലേക്കാ? ആ 10 പേരും ആരുടെ പേര് വിളിച്ചുകൊണ്ടാണ് ആയുധമെടുത്ത് ശരീരത്തിലൂടെ കുത്തി കുത്തറാത്തീബ് ഉണ്ടാക്കിയത്? ആരുടെ പേരിലാ? എവിടെ പോയാണ് ഈ 10 പേരും നിലവിളക്ക് കൊളുത്തിയത്? ഇതൊന്നുമില്ലാതെ മുത്തുനബി പറഞ്ഞില്ലയോ അവര് സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അവര് പോകുന്ന സ്വർഗത്തിലേക്ക് അവരുടെ പാത അനുധാവനം ചെയ്ത് നമുക്കും കൂടെ. നമ്മളിങ്ങനെ കാലന്മാരെ വിളിക്കുക. കുറച്ചു മുമ്പൊക്കെ ആരെ വിളിച്ചെന്നറിയോ? ആരെ വിളിച്ചെന്ന് കുത്താൻ? ഈ ഷെയ്ഖാരൻ കുത്തണോന് ചിലപ്പോ പിടുത്തുണ്ടാവില്ല കേട്ടോ. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് വേദന ഒന്നും വേണ്ട. ഞാൻ പ്രൂഫ്, അഡ്രസ് സഹിതം തരാം. ഞങ്ങളൊക്കെ പുറത്ത് ദർസ് പഠിച്ചിട്ടില്ല. നമ്മുടെ നാട്ടില് പള്ളി ദർസിൽ ഓതാൻ പോയിരുന്നു. അപ്പൊ അവിടുത്തെ മുക്കറി ഈ കൊട്ടണേന് കുത്തറാത്തീബിന് അറബനൊക്കെ ആളെ കൊടുക്കുന്ന ആളാണ്. മുപ്പര് അതിന്റെ മെയിനാണ്. അപ്പോ ഈ കുത്താൻ വരുന്ന ആൾക്കാരില് എന്റെ റിലേറ്റീവിലൊക്കെ പെട്ട ഒരാളുണ്ട്. ആളൊന്നും ജീവനോടുണ്ട്. എനിക്കറിയോ ഞാൻ പറഞ്ഞത് വെച്ചാല് മദ്യത്തിനടിമപ്പെട്ട ആളുകള്, വേദനൊന്നും വേണ്ട കേട്ടോ, യാഥാർത്ഥ്യം. മദ്യത്തിനടിമപ്പെട്ടവര്, ചവിട്ടിട്ടാ പോലും പടിഞ്ഞാറോട്ട് സുജൂദ് വീഴാത്തവര്, ഇന്നും ലോട്ടറി കച്ചവടം നടത്തി ജീവിക്കുന്നവർ. കുത്തറാത്തീബ് ഉണ്ടാൻ പോയി നേരം കുത്താൻ പോകും, അല്ലാത്ത ദിവസം ലോട്ടറി കച്ചവടമായിട്ട് നടക്കും. ഞാൻ ചോദിക്കട്ടെ, റിഫായി ശൈഖ് ഭരണമൊക്കെ രക്ഷപ്പെടുത്താൻ വരുന്നവരാണെങ്കിൽ ഇങ്ങനെ നടക്കണവരെ രക്ഷപ്പെടുത്തുന്നവരാണോ? ആണോ? ഈ രാഷ്ട്രീയ കത്തിക്കളിക്കടയിൽ കൊല്ലപ്പെട്ടു പോയൊരു സഖാവിന്റെ ഫോട്ടോ വിളക്കിട്ട് കത്തിച്ചു വെച്ച് അദ്ദേഹത്തിന്റെ വീടിന്റെ സിറ്റൗട്ടിൽ കത്തിച്ചു വെച്ചിട്ടുണ്ട് ഈ മഹാന്റെ. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിനെയും പറയല്ല, പക്ഷെ ഒരു ഫോട്ടോ വിളക്ക് കത്തിച്ചു വെക്കുന്ന വീട്ടിലെ ഈ മഹാന്മാരായ ഇസ്ലാമിന്റെ മുത്തുമണികളെ രക്ഷപ്പെടുത്തലാണോ റിഫായി ഷെയ്ഖിന്റെ പണിയെന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കണുള്ളൂ, അല്ലേ? എന്നിട്ട് ആയുധം എടുത്തിട്ട് ഇങ്ങനെ കുത്താൻ. ഇപ്പൊ അതൊക്കെ മാറി. അന്ന് ഷെയ്ഖ് എന്ന് പറഞ്ഞിങ്ങനെ കുത്തും. നിങ്ങൾ കുത്തണയിൽ വരെ കുറെ തിരിമറിയൊക്കെ ഉണ്ട്. വേറെ വിഷയം അവിടെ നിൽക്കട്ടെ, അതൊക്കെ പോട്ടെ. പക്ഷെ ഞാൻ പറയണത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ ഒക്കെ മാറി. അങ്ങനെ പറഞ്ഞിട്ട് ജിബ്രീലെ, മീകായിലെ, ഇസ്രാഫീലെ, അസ്റായീലെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ. ഈ വിളിക്കണവർക്ക് ബോധമുണ്ടോ ആരെ വിളിക്കണം? ഇവരുടെ ഭാഷയിൽ അസ്റായീലിനെ വിളിച്ചാൽ ആരാ വരിക? അസ്റായീൽ എന്തിന്റെ മലക്ക? റൂഹ് പിടിക്കാനാണ്. ഇവർ വന്നിട്ട് ഇങ്ങനെ കുത്തുമ്പോ യാ ജിബ്രീൽ, യാ മീകായിൽ, യാ ഇസ്രാഫീൽ, യാ അസ്റായീൽ. അസ്റായീൽ വന്ന് കൊണ്ടുപോകും. അസ്റായീൽ വന്ന് കൊണ്ടുപോകൂലേ? അപ്പോ ഇതൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ കുത്തി. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഈ 10 സഹാബത്ത് കുത്തിയിട്ടാണോ സ്വർഗത്ത് പോയെ? അല്ലല്ലോ. അവര് പോകുന്ന സ്വർഗത്തിലേക്ക് അവരുടെ പാത എത്ര സുന്ദരവും ലളിതാണ് ഇസ്ലാം എന്നറിയോ? ആ ഇസ്ലാമിനെ സ്വീകരിച്ചാൽ അൽഹംദുലില്ലാ അതിന്റെ ഒരു ചൂഷണം, ഒരു ഉറുപ്പ്യന്റെ കച്ചവടം കാണാൻ പറ്റൂല. നമ്മൾ പറയും ഇവർക്ക് മരിച്ച പ്രാർത്ഥന ഇല്ല, അവിടെ പ്രാർത്ഥന ഇല്ല, ദിക്റില്ല, മുത്തനബീനെ സാധാരണ മനുഷ്യനൊക്കെ എല്ലാം ഉണ്ട് ഇസ്ലാമിലെ. നമ്മൾ എന്താ അറിയോ, കച്ചവടത്തിന് എതിർത്തു. റിയൽ വശം ഉസ്താദ്മാർ നിങ്ങളോട് പറഞ്ഞു തരാത്തോണ്ടാ. സുന്നത്തിന്റെ അവിടെ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാം, എന്റെ സ്വന്തം ബാപ്പാന്റെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്ത് ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്ത് റോട്ടിലേക്ക് കയറി വന്നപ്പോ എന്റെ സ്വന്തം ബ്ലഡ് റിലേഷനിൽപ്പെട്ട ഒരുത്തൻ ബുള്ളറ്റ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്നോട് ചോദിക്കാം, നീ എന്താ ഒറിജിനൽ മുജാഹിദ് അല്ലേ? അവന്റെ ധാരണ എന്താ? ഖബർ സിയാറത്ത് ചെയ്യൂലെന്ന. നമ്മൾ മൊയ്ലിയെ വിളിച്ച് 500 റുപ്യന്റെ കൈ തിരിപ്പിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ പോവില്ല. പൊന്നുമ്മാന്റെ ഖബറിന്റെ അവിടെ കടന്നു വരുമ്പോ അല്ലാഹ് എന്നെ പോറ്റി വളർത്തിയ ഉമ്മാന്റെ ഖബറാണ് റബ്ബേ, എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനയോട് തുലനം ചെയ്യാ ഒരു മുസ്ലിയാരുടെ പ്രാർത്ഥനയും ഇല്ല. അപ്പൊ ഖബർ സിയാറത്ത് വേണ്ടെന്ന് പറഞ്ഞേ? ഖബർ സിയാറത്ത് വേണം. സാക്ഷാൽ ഷാഫി മദ്ഹബിലെ സ്വീകാര്യനായ പണ്ഡിതൻ നിങ്ങളോട് പഠിപ്പിച്ചു തരുന്നുണ്ട്.
പഠിപ്പിച്ചതിനുണ്ട്. ഖബർ സിയാറത്ത് വന്നാസു ഫീ ഹാദൽ ബാബി സലാസത്തു അഖ്വാം. ജനങ്ങളുടെ 3 വിഭാഗമുണ്ട്. ഖബറുകളെ സന്ദർശിക്കുന്നവർ, ഖബറാളിക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവർ, അതാണ് ഖബർ സിയാറത്ത്. അവിടെ പോയി അവരോട് ചോദിക്കുന്നവർ, ഖബറാളിയെ കൊണ്ട് ചോദിക്കുന്നവർ, നേർക്കുനേരെ മരിച്ചവരോട് ചോദിക്കുന്നവർ. ഫഹാഉലാഇ ഹുമുൽ മുശ്രികൂന ഫി റുബൂബിയ്യ എന്ന് വളരെ കൃത്യമായി നിങ്ങളുടെ പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അവർ ശിർക്ക് ചെയ്യുന്നവരാണ്. എന്താ പറഞ്ഞ? ഖബറാളിയോട് ചോദിക്കാനല്ല, സലാം പറയാ. ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നുള്ളതാണ് തജ്രീദ് തൗഹീദുൽ മക്രിസി എന്ന് പറയുന്ന ഇമാം മക്രിസിയുടെ കിതാബാൻ. വലിയ കിതാബൊന്നല്ല കേട്ടോ, 10-27 പേജ് വരുന്ന ചെറിയ കിതാബാൻ ഇമാം മക്രിസി. തജ്രീദ് തൗഹീദ് എന്ന് പറയുന്ന കിതാബിൽ പറയാ, ഖബറുകളുടെ അടുത്ത് പോയി അവർക്ക് വേണ്ടി അള്ളാഹിനോട് ചോദിക്കുക. നമ്മൾ അതിനെ എതിർത്തു. നമ്മൾ എന്ത് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയതുണ്ടാക്കി, അതിനെ നമ്മൾ എതിർത്തു. നമ്മൾ പറഞ്ഞു ധാരാളം സ്വലാത്ത് ചൊല്ലി, പുതിയ സ്വലാത്ത് ഉണ്ടാക്കണ്ട. മുത്തനബി പഠിപ്പിച്ച സ്വലാത്ത് ചൊല്ലി. നമുക്ക് സ്വലാത്ത് മജ്ലിസ് വേണം, സ്വലാത്ത് ഹൽക്ക വേണം, അതിനുവേണ്ടി പൈസ പിരിക്കണം. ഒരു കയ്യിൽ മടക്കി പിടിച്ച പായും മറുകയിൽ ലൊക്കത്ത് വെച്ച കുഞ്ഞുമായി പാതിരാത്രി 12 മണിക്ക് 1 മണിക്ക് പാതിരാവ് അതിനൊരു പെണ്ണ് വരുന്നത് പ്രശ്നമല്ലായിരുന്ന കാലഘട്ടങ്ങളിൽ നിന്ന് മാറി അല്ലാഹുവിന്റെ പള്ളിയിലെ ജുമുഅ നിങ്ങൾക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞ് മദ്രസന്നൂറിനും മഹ്ലറത്തുൽ ബദരിയക്കും നിങ്ങൾ പാതിരാവിലും പോരെ അരയാഭരണങ്ങൾ വേണമായിരുന്നു, പാദസരങ്ങൾ വേണമായിരുന്നു. 313 രൂപയുടെ കച്ചവടങ്ങൾ നടത്താൻ സഹോദരിമാരെ ആവശ്യമായിരുന്നു. നമ്മൾ പറഞ്ഞു ഒറിജിനൽ ദീൻ നിങ്ങൾ പോരെ, നിങ്ങൾ ദീന് പഠിക്ക, നിങ്ങൾ ദീന് പഠിക്ക. സ്വലാത്തുണ്ട്, സ്വലാത്തുണ്ട്, ദിക്റ് ധാരാളമായി ചൊല്ലിക്കോ. അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കോ. വെള്ളിയാഴ്ച പ്രത്യേകം സുന്നത്താണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോ ഇല്ല, നിങ്ങള് നബീനെ തന്നെ അംഗീകരിക്കാത്തോരാ, നബീനെ സാധാരണ മനുഷ്യനാക്കി. ഇതൊക്കെ സാധാരണക്കാരന്റെ വായിലിട്ട് കൊടുത്തു. ഞങ്ങൾ പറഞ്ഞു അല്ലാഹുവിന്റെ ഹബീബിന് വെറും ഒരു സാധാരണ മനുഷ്യനും ആര് പറഞ്ഞു? അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താ. കാരണം അല്ലാഹുവിന്റെ ഹബീബ് വെറും ഒരു സാധാരണ മനുഷ്യനില്ല, ആകാശലോകമായി ബന്ധമുള്ള നബിയാ, വഹിയുള്ള നബിയാ, മുഅ്ജിസത്തുള്ള നബിയാ. വിയർപ്പിന് പോലെ കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടായിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മുടിക്ക് ബറക്കത്തുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുടിക്ക് ബറക്കത്തുണ്ട്. എന്ത്? എന്നിട്ട് നിങ്ങൾ എന്തിനാ മുടിപ്പള്ളിനെ എതിർത്ത്? അത് സാറേനെ കാണിച്ച സൂറാനെ കിട്ടിക്കാൻ ഞങ്ങളെ കിട്ടൂല എന്നുള്ളതുകൊണ്ട്. റസൂലുള്ളാഹിന്റെ ഒറിജിനൽ മുടിയാണോ? ഞങ്ങൾ തബറുക്ക് കൊടുക്കും, അതിനെ കച്ചവടം ചെയ്യാനില്ല. അപ്പോ ഇതൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. സ്വലാത്തും ദിക്റും ധാരാളം ഉണ്ടാവുക. അതുപോലെ ഖബർ സിയാറത്ത് സുന്നത്താൻ. മുത്തനബീനെ സാധാരണ മനുഷ്യനാ ഞങ്ങൾ പറയുന്നില്ല. പിന്നെ എവിടെ പ്രശ്നം എന്നറിയോ? മരിച്ചോടത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആരാ പ്രാർത്ഥിക്കേണ്ട? മൊയ്ലിയരല്ല. ആരൊക്കെ മയ്യത്തിനെ കാണാൻ വരുന്നുവോ അവരൊക്കെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചതാരാ? അല്ലാഹുവിന്റെ മുത്തനബിയാ. എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചതാരാ? അല്ലാഹുവിന്റെ റസൂലാൻ. പ്രാർത്ഥന ഏതാണെന്ന് പഠിപ്പിച്ചതാരാ? അല്ലാഹുവിന്റെ റസൂലാ. അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോ അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത, അബൂ സലമക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, വറഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ എന്ന് പറഞ്ഞ പ്രാർത്ഥന കാണാ. ഉലമാക്കൾ പറയാ, മയ്യത്തിന്റെ പേര് പോലും പറഞ്ഞ് നിങ്ങൾക്ക് ദുആ ചെയ്യാം. ഓരിമുക്ക് പള്ളിയിലെ ഖുർആൻ ക്ലാസ്സിന് വരുന്നവർക്ക്, ഓരിമുക്ക് പള്ളിയിലെ ജുമാക്ക് വരുന്നവർക്ക്, അവിടുത്തെ മദ്രസ പഠിക്കുന്ന മക്കൾക്ക് അവർക്കറിയാം ഒരു മരണ വീട്ടിൽ എങ്ങനെ പ്രാർത്ഥന നടത്തണം. നമ്മൾ മരിച്ച വീട്ടിൽ ഇങ്ങനെ പോയിരിക്കും. ഏതൊരു മൊയ്ലിയര് വന്ന് വിളിക്കും അൽ ഫാത്തിഹ, നമ്മൾ ആമീൻ പറയും. എവിടെ ഉസ്താദിന്റെ ശ്വാസം പോയി അവിടെ ആമീൻ പറയും. നമ്മൾ ഒരു ഉസ്താദും പഠിപ്പിച്ചൊന്നില്ല മരിച്ച വീട്ടിൽ എങ്ങനെ പ്രാർത്ഥിക്കണം. ഗൾഫ് പോകുമ്പോ പ്രാർത്ഥന ഇല്ലേ? ഉണ്ട്, പ്രാർത്ഥന ഉണ്ട്. ഭാര്യയോട് ഭർത്താവിന്റെ കൈപിടിച്ച് പ്രാർത്ഥിക്കാൻ, ഉമ്മാടെ മോന്റെ കൈപിടിച്ച് പ്രാർത്ഥിക്കാൻ, വാപ്പാ മക്കളുടെ കൈപിടിച്ച് പ്രാർത്ഥിക്കാൻ. ഉസ്താദുമാരാരെങ്കിലും നിങ്ങളെ പഠിപ്പിച്ചെന്നോ? നമ്മളോട് പറഞ്ഞ പള്ളിയിലെ മൊയ്ലിയരോട് ഡേറ്റ് ചോദിച്ചു, ഉസ്താദ് വന്ന് ദുആ ചെയ്യും, കൈമടക്ക് കൊടുക്കുക, ഇറങ്ങിപ്പോവാ. സൗദി അറേബ്യ പോയി 2 കൊല്ലം വരുമാനായി തിരിച്ചു വരുമ്പോ സൗദി ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു പറഞ്ഞ എത്ര ആൾക്കാരുണ്ട് ഇവിടെ. അൽഫാത്തിഹ വിളിച്ചിട്ടില്ല, എന്തേ പൈസ കിട്ടിയ പല്ലാനം മറന്നോ? വീണ്ടും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ പ്രാർത്ഥന. എന്താണെന്നറിയോ? കേരള ജാതി ഉസ്താദുമാര് സൗദി അറേബ്യയിൽ ഇല്ല എന്നുള്ളതുകൊണ്ട്
പ്രാർത്ഥനല്ലേ? മുത്തനബി സ്വഹാബത്തിനെ യാത്രയക്കുമ്പോ, യുദ്ധത്തിന്റെ രണഭൂമിയിലേക്ക് യാത്രയക്കുമ്പോ പ്രാർത്ഥിച്ചില്ലേ? പഠിപ്പിച്ചു കൊടുത്തില്ലേ? ആ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. മാത്രമല്ല, ഇതൊക്കെ ഒരു ബിസിനസ്സാണ്. സുന്നത്തിൽ എവിടെയും കച്ചവടം കാണൂല. മരണ വീട്ടിൽ അൽ ഫാത്തിഹ, നിക്കാഹ് നടന്നാൽ അൽ ഫാത്തിഹ, പുതുമണവാളൻ ഇറങ്ങുമ്പോഴും അൽ ഫാത്തിഹ, ഖബറിന്റെ ചാരത്തും അൽ ഫാത്തിഹ. അൽ ഫാത്തിഹ വിളിക്കുന്നിടത്തെല്ലാം ഗാന്ധിത്തല. എവിടെയെല്ലാം അൽ ഫാത്തിഹ ഉണ്ടോ അവിടൊക്കെ കച്ചവടമുണ്ട്. ഇന്ന് ഇവിടൊക്കെ പ്രാർത്ഥന ഇല്ലേ? എല്ലായിടത്തും പ്രാർത്ഥനകളുണ്ട്. ഇതിൽ കച്ചവടം ഉണ്ടോ ഇല്ല? നിങ്ങൾക്ക് എന്നോട് വേദന തോന്നിയാലില്ലെങ്കിലും ഞാനത് സാധാരണക്കാരോടെ സംവദിക്കണേ. കുറച്ചതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാ പറയണേ. ഈ ദീനിന്റെ വേദികൾ പോലൊരു സമയത്ത് കച്ചവടമായിരുന്നു. ഈ കഥാപ്രസംഗം അറിയുമെങ്കിൽ, ഞാൻ പിന്നണി പാടിയിരുന്ന ഒരാളാണ്. കഥാപ്രസംഗം കണ്ടിട്ടുണ്ടോ നിങ്ങള്? മരിക്കുമ്പോഴും ചിരിക്കുന്ന ഭ്രാന്തി. ആരാ? ആസിയ ബീവിനെ പറയണേ. ഫിരൗൻ ആയുധം കുത്തിയിറക്കി ആസിയ ബീവിനെ കൊല്ലുമ്പോ ആസിയ ബീവി ചിരിച്ചപ്പോ ഫിരൗൻ പറഞ്ഞ ഡയലോഗാണ്, മരിക്കുമ്പോഴും ചിരിക്കുന്ന ഭ്രാന്തിയും. ഷിയായിസത്തിന് അങ്ങനെ ഇളക്കി മറിച്ച് കൊണ്ടുവന്നൊരു കഥയുണ്ട്. കർബല, മണലാരുണ്യത്തിലെ ചോര പൈതൽ, കത്തുന്ന കർബല എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കും. 5 ദിവസം 3 ദിവസം 2 ദിവസമൊക്കെ ഒരു കഥ ഡിവൈഡ് ചെയ്യും. അതിന്റെ ഓഹരി ഞാൻ 2 ദിവസമാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ആദ്യത്തെ ദിവസം അവസാനിപ്പിക്കുമ്പോ ഹസൻ റളിയല്ലാഹുവിന്റെ മരണം പറയും. ഹസൻ റളിയല്ലാഹുവിനെ ജഹദ വിഷം കലക്കി, വെള്ളത്തിൽ വിഷം കലക്കി സുജൂദില് അദ്ദേഹം ഇങ്ങനെ വീണ് മരിക്കണ ഒരു രംഗാൻ. ഒരു പാട്ട് കൊടുത്ത്, ആ പാട്ടിനൊരു ഹമ്മിങ് കൊടുത്ത്, ഹസനുണ്ടോരു ഭാര്യയായി ജഹദായും നാടവൽ കോപേർ, ശത്രുപക്ഷത്ത് നിന്നവൾ വഞ്ചനയ്ക്കായി പിറന്നവൾ, ആറ്റലായ റസൂലിന്റെ പേരക്കീടാങ്ങളാണവർ, ആരാരും വാഴ്ത്തും സോദരർ, ആരംഭത്തേർ ഹസൻ ഹുസൈൻ. ഇതിങ്ങനെ കുറച്ച് അമ്മിയും കൊടുത്ത കഥയും പറയുമ്പോൾ ആളുകൾ വല്ലാതെ ഫീലിംഗ് ആവും. അവസാനം വിഷമുള്ളിച്ച് നിലത്ത് വീടുന്ന ഹസൻ റളിയല്ലാഹുവിനോട് ഹുസൈൻ ചോദിക്കുന്നുണ്ട്, ആരാണ് നിന്നെ കൊന്നത്? ആ മരണവേദനയിൽ ആ പേര് പറയുമ്പോ ഹുസൈൻ റളിയല്ലാഹു ചാടി എഴുന്നേൽക്കുകയാണ്. തന്റെ ബാപ്പാന്റെ ദുൽഫുഖാർ എന്ന് പറയുന്ന വാളെടുത്ത് കൊലപാതകനെ പ്രതികാരം ചെയ്യാൻ അദ്ദേഹം ഇറങ്ങിത്തിരിക്കുമ്പോ ഇരുട്ടിന്റെ മറവിൽ നിന്നും അദൃശ്യമായൊരു കൈ ഹുസൈൻ റളിയല്ലാഹുവിന്റെ നേരെ നീണ്ടുവന്നു. ഏതാണ് ആ കൈയെന്നും എന്താണ് പിന്നീട് നടന്നതെന്നും ഇൻഷാ അല്ലാഹ് നാളെ ഒരു കവർ കൊടുത്തു വിടുന്നുണ്ട്. എല്ലാവരും നാളതുമായി കടന്നു വരണം. ഇതാണ് കഥാപ്രസംഗത്തിന്റെ ഒരു ദിവസത്തെ ക്ലൈമാക്സ്. കച്ചവടല്ലേ ഇല്ലേ? പ്രിയമുള്ളവരെ, ഫാത്തിഹ പോലും മരിച്ച വീട്ടിൽ നമ്മൾ ദുആ ചെയ്ത് അയച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുമ്പോ സാധാരണക്കാരോട് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കാൻ വേണ്ടി പറയാം. എങ്ങനെ ഉസ്താദുമാർ അയച്ചു കൊടുക്കല്? ഞാൻ 3 കാറ്റഗറി പറയാം. എന്നോട് നിങ്ങൾക്ക് ദേഷ്യം വേണ്ട, നടക്കുന്നുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ഒന്ന് പൈസ ഉള്ളവന്റെ വീട്ടിലെ, ഒന്ന് ഇടത്തരക്കാരന്റെ വീട്ടിലെ, ഒന്ന് സാധാരണക്കാരന്റെ വീട്ടിലാണ്. إلى حضرة النبي مصطفى محمد صلى الله عليه وسلم وإلى حضرة من ماتوا من خاص الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. أنا برنامج غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين. അവിടെ അയിനും ഒയിനൊക്കെ എവിടുന്ന് വരിക എന്ന് പറയാൻ പറ്റൂല. അത് പൈസ ഉള്ളവന്റെ വീട്ടിലാണ്. യാസീൻ കഴിഞ്ഞ് ഇഖ്ലാസ് ഓതി മുഅവ്വിദത്തൈൻ ഓതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ വാഫി നിഅമഹു വകാഫി മസീദ അങ്ങനെ പ്രാർത്ഥന പോകും. ഇനി ഒരു ഇടത്തരക്കാരന്റെ വീട്ടിൽ വഹിൽ മാദൂബി അലൈഹിം വലല്ലാലിന ബിസ്മില്ലാഹിർ യാസീൻ ഖുർആനിലെ പോക്കാണ് അല്ലേ? പറ്റ പാവപ്പെട്ടവന്റെ വീട്ടില് ഒരു മാദൂബി അലൈഹിം വലല്ലാലിന ബിസ്മില്ലാഹിർ ഖുൽഹുവല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഓൻക്ക് യാസീനും ഇല്ല. ഇതുണ്ടോ ഇല്ല എന്നുള്ള നിങ്ങൾ നാട്ടിൽ നോക്കിയിട്ട് അതിന് മൗലവിമാർ പല ന്യായീകരണം പറയും. സമയം ലാഭിക്കാനാണ്, കിട്ടാത്തതിനാണ്. ഇനി മൗലൂദ് ഓതുമ്പോൾ ഒരു സുആലിനൊരു ജവാബാ ചെല്ല. സാധാരണ പൈസ ഉള്ളവന്റെ വീട്ടിൽ, ഇടത്തരക്കാരന്റെ വീട്ടിൽ 2 സുആൽ ഓതിയാൽ ഒരു ജവാബ് ചൊല്ലും. പാവപ്പെട്ടവന്റെ വീട്ടിൽ മൊത്തം സുആൽ അടിച്ചിട്ട് ഒരൊറ്റ ജവാബ് ഓടല ഇല്ലേ?
ഇതൊക്കെ നടന്നിട്ടില്ലേ സമൂഹത്തിൽ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിട്ടാ. അല്ലാഹുവിന്റെ ദീനിന്റെ സുന്നത്തിലെ ദീന് തകരൂല, കച്ചവടങ്ങൾ നടക്കൂല. കാസർഗോഡിന്റെ പയ്യങ്കിയിലുള്ള മോള് അങ്ങേ തലക്കിൽ ഉപ്പളയുടെ മണ്ണിലേക്ക് നിങ്ങൾ വിവാഹം കഴിച്ചു കൊടുത്താ, കാസർഗോഡിന്റെ അങ്ങേ തലക്കിലെ ബേക്കൂരിലാവട്ടെ, ഉപ്പളയിലാവട്ടെ, അതല്ല കാസർഗോഡ് ടൗണിലാവട്ടെ, അതല്ല പ്രിയമുള്ളവരെ, ആ പ്രദേശങ്ങളിലേക്ക് നിങ്ങളെ വിവാഹം കഴിച്ചു കൊടുത്ത അവരുടെ വീട്ടിൽ ഒരു മരണം നടന്നാൽ ഇവിടെ നിന്ന് വിളിച്ചന്വേഷിക്കാണ്. നിങ്ങളുടെ നാട്ടിലെ ചടങ്ങ് എന്തൊക്കെയാ? നിങ്ങളുടെ നാട്ടിൽ 3 ആണോ 5 ആണോ 7 ആണോ? ഇവിടെ പയ്യങ്കിയിലൊക്കെ 7 ആണ്. അവിടെ 7 ആണ്. ഞാൻ കൊല്ലം ജില്ലയ്ക്ക് അവിടെ 3-ാം ഫാത്തിയാണ്. എന്റെ നാട് തൃശ്ശൂരാണ്, അവിടെ 5 ആണ്. 5 പറയാം, 7 ആണ്. ഇതിന്റെയൊക്കെ ഹിക്മത്ത് അറിയോ നിങ്ങൾക്ക്? അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും, ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട്, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. മയ്യത്ത് കബറിൽ വെച്ച 3-ാം ദിവസം കണ്ണഴുകുന്നതാ. അന്ന് നമ്മൾ പറഞ്ഞു 3-ാം ഫാത്തിഹ, വാപ്പാന്റെ കണ്ണ് കബറിൽ അഴുകുമ്പോ മകൻ ഇവിടെ പായസം കുടിച്ചോണ്ടിരിക്കുകയാണ്. അതിനെ അനുസ്മരിച്ചിട്ടാണ് അല്ലേ? 5-ാം രാവിന് തൊണ്ടക്കുഴി മുതൽ അടിവയർ വരെ പൊട്ടിയൊലിക്കുകയാണ് ബാപ്പാൻ. അന്ന് ബാപ്പാന്റെ പേര് പറഞ്ഞ മോന് കോഴിക്കാല് കടിച്ചു പറിക്കുക. ബാപ്പാന്റെ ശരീരം അഴുകനുണ്ടേടിലൂടെ എല്ലുകളും മാംസവും ഇങ്ങനെ വേറിട്ട് അഴുകിപ്പോകുമ്പോ മോനിവിടെ 7 ആഘോഷത്തിലാ. നിങ്ങൾ തിന്നേനല്ല പറയണേ, വാപ്പാന്റെ പേര് പറഞ്ഞ് തിന്നേനെ പറയണേ. മനസ്സിലാവുണ്ടോ? ഇതൊക്കെ നമ്മളിങ്ങനെ നടത്തി. എന്നിട്ട് ഇവിടുന്ന് ഒരു മോളെ കെട്ടിച്ചിട്ട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ഉപ്പളയിലെ മരിച്ചാൽ 5 ആണോ? ചോദിക്കേണ്ട ഗതികേട് വരണില്ലേ നമുക്ക്? എന്തെങ്കിലും പ്രത്യേകിച്ച് കൊണ്ടുവരേണ്ടതുണ്ടോ? ചോദിക്കേണ്ടി വരണില്ല. നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? കോഴിക്കോട് ലുഹർ എത്രയാ? കാസർഗോഡ് 4 ആണ്. കോഴിക്കോട് എത്രയാ? ചോദിക്കേണ്ടി വരില്ല. കാരണം അല്ലാഹുവിന്റെ ദീനെവിടെയും മാറ്റമില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ അസ്ല് മാറൂല. ബിദ്അത്തുകൾ മാറും. അതിങ്ങനെ മാറ്റം വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ജനിച്ച ബർത്ത്ഡേ വേണ്ടെന്നാണ് ഒരു സമസ്ത പറയുന്നത്. ഇപ്പൊ ഞാൻ അതിന്റെ എന്റെ ജന്മദിനത്തിന് 16 വയസ്സ് വരെ എന്റെ വീട്ടുകാർ സുലൈമാൻ നബിയുടെ പേര് മൗലൂദ് നേർച്ചയ്ക്കായിരുന്നു. 16-ാമത്തെ വയസ്സിൽ അൽഹംദുലില്ലാഹ് ഞാൻ സലഫിയാണ്. 15 വയസ്സ് വരെ എൻ്റെ ഉമ്മ കഷ്ടപ്പെട്ട് നടത്തിയിട്ടുണ്ട്. എന്താ സംഭവിച്ചാല് ബർത്ത്ഡേക്ക് നേർച്ചേക്കാം. സുലൈമാൻ നബിയുടെ പേരിൽ മൗലൂദ്, യൂസഫ് നബിയുടെ പേരിൽ മൗലൂദ്. ഇപ്പൊ ഇടക്കാലത്ത് ചില മൊയ്ലിമാര് പറഞ്ഞു ബർത്ത്ഡേ എന്നെ വേണ്ടാന്ന് പറയണു. ചില ആൾക്കാർ പറഞ്ഞു കേക്ക് മുറിക്കണേന് കുഴപ്പമില്ല, അതിന്റെ മേലെ തിരിവെക്കായിരുന്ന മതി. പുതിയ മൊയ്ലിയേര് ഇന്നലെ ഇങ്ങോട്ട് വന്ന രംഗപ്രവേശനം, ഇന്നലെ വന്നത് ഒരു മൊയ്ലേര്. ബർത്ത്ഡേ ആഘോഷിക്കാൻ പ്രശ്നമൊന്നുമില്ല, നല്ലതാണ്. കേക്ക് മുറിക്കാൻ നല്ലതാണ്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അതിന്റെ മേലെ ക്രിസ്ത്യാനികൾ വെക്കണ പോലെ നമ്പർ വെച്ചിട്ട് മെഴുതിരി കുത്താൻ പാടില്ല എന്നാണ് അല്ലേ? എല്ലാ തോന്നിയാസം ചെയ്തിട്ട് അതിന്റെ മേലെ ഇപ്പം മെഴുതിരി കുത്തല് മാത്രമേ മൂപ്പർക്ക് പ്രശ്നമായിട്ടുള്ളൂ. നമ്മൾ ആലോചിച്ച് ഇങ്ങനെ മതത്തിൽ പുതിയത് കൊണ്ടുവരുമ്പോൾ ഒരുപാട് തകരാറുണ്ടാവും. നിങ്ങൾക്ക് ഇന്ന് വരെ ചോദിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല, ഉപ്പളയിൽ മോളെ എങ്ങളെ കെട്ടിച്ചവിടെ ലുഹർ പിന്നെ സുബൈ 2 തന്നെയാണോ? നമ്മുടെ പയ്യങ്കിയിൽ ഇപ്പോഴും 2 തന്നെയാണ്. അങ്ങനെ ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ ഇസ്ലാമിലുള്ളതാണ്. നേരെ മറിച്ച് പുതിയത് കൊണ്ടുവന്ന മാറ്റം ഉണ്ടാവും. പുതിയതിൽ കച്ചവടം ഉണ്ടാവും, ദീനിൽ കച്ചവടം ഉണ്ടാവില്ല. ഏറ്റവും അടിസ്ഥാനം എന്താണെന്നറിയോ? അടിസ്ഥാനം എന്തറിയോ? സുന്നത്തിലെ തൗഹീദ് മാത്രമേ ഉള്ളൂ. കൊടുത്ത കഴിവ് കാണൂല, ഹക്ക് ജാഹ് ബറക്കത്ത് കാണൂല, ലാ ഇലാഹ ഇല്ലല്ലാഹ് വ്യക്തമാ. പക്ഷെ ബിദ്അത്തിലൂടെയാണ് ശിർക്ക് വരുന്നത്. ശിർക്ക് വരുന്നത്. അതിന് ഏറ്റവും ചെറിയ ഉദാഹരണം പറഞ്ഞാല് ഇപ്പൊ നമ്മള് ഒരു സമസ്തക്കാരൻ, ഒരു മുജാഹിദുകാരൻ, ഒരു തബ്ലീഗുകാരൻ, ഒരു ജമാഅത്ത് ഇസ്ലാം എല്ലാവരും ഒരു നിസ്കരിക്കാൻ വേണ്ടി കയറി എന്ന് വിചാരിച്ചു. നിസ്കാരത്തിൽ ഇപ്പൊ എന്തായാലും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. നിസ്കരിക്കാൻ വേണ്ടി കയറി എല്ലാവരും കൈകെട്ടും എന്താ പറയണേ? അല്ലാഹു അക്ബർ. ആർക്കും വ്യത്യാസമില്ല, അല്ലല്ലാത്ത ആരും വിളിച്ചില്ല, എല്ലാവരും അല്ലാഹു അക്ബർ. ഹക്ക് ജാഹ് ബർക്കത്ത് കൊടുത്ത കഴിവ് എവിടെയും വരൂല. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമാ. അതല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖത്തായായ പ്രാർത്ഥനകൾ വരാണ് അല്ലാഹുവോട്. ഇന്ന സ്വലാത്തി വ നുസുകി
വമഹ്യായ വമമാതീ. എന്റെ നമസ്കാരമില്ലേ, എന്റെ ആരാധനകളില്ലേ, എന്റെ ബലികർമ്മങ്ങളില്ലേ, എന്റെ ജീവിതമില്ലേ, എന്റെ മരണമില്ലേ, എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനാ, എല്ലാം അല്ലാഹുവിനാണ്. അവിടെ മൊയ്‌ദീൻ ശൈഖിന്റെ പോത്തില്ല, ഉള്ളാളത്തെ ആടില്ല, ബദരീങ്ങളുടെ കോഴിയില്ല. വനുസുഖി, എന്റെ ബലികർമ്മങ്ങള്, എന്റെ ആരാധനകള് ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവിനോട്. എന്നിട്ട് തുടങ്ങി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, നിന്നോട് കാവല് ചോദിക്കുന്നു അല്ലാ, ശൈത്താനിന്റെ ശർറിൽ നിന്ന് കാവല് ചോദിക്കുന്നു അല്ലാ. ഇശാഹിന്റെ നമസ്കാരത്തിന് പയ്യങ്കിപ്പള്ളിയുടെ മിഹ്റാബിൽ നിൽക്കുന്ന ഉസ്താദ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പടച്ചോനെ, നിന്നോട് കാവല് ചോദിക്കുന്നു. സമസ്തക്കാരൻ പറഞ്ഞു, മുജാഹിദേരും പറഞ്ഞു, ജമാഅത്തേരും പറഞ്ഞു. പക്ഷേ നിസ്കാരം കഴിഞ്ഞപ്പോ മജ്‌ലിസുൻ നൂറുണ്ട്. അപ്പാരോടാ ദാഹം ഔത്തത് കൊട്ടിടും, ഇബ്ലീസ് കോസിനെ കാട്ടിടും, നേരം ലവീനവനാട്ടുവാൻ ബദരീങ്ങളാൽ ചുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ പറഞ്ഞു ജവാബ് പറഞ്ഞുകൊണ്ട് കൂടെ കൂടിക്കോ, രക്ഷപ്പെടാ. ഒരാൾ പറയാണ്, മരിക്കണ നേരത്തെ ഇബ്ലീസ് വെള്ളം കൊണ്ടുവരുമ്പോ ബദരീങ്ങളുടെ കാവല് തരണേ പടച്ചോനെ. അള്ളാന്റെ പണി എന്താ? ശിബായിയുടെ പണി. അത് കൊണ്ടുവന്നു കൊടുക്കുക. ആരുടെ സഹായം? ബദരീങ്ങളുടെ കാവല് തരണേ അല്ലാ ഇല്ലേ? മറ്റും ജവാബ് പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ മനസ്സിൽ അല്ലാണ്ട് ഒരു ആരാധ്യനുമില്ല. നമ്മൾ അത് പിടിച്ച പോരെ. ഉമ്മ കുട്ടീനെ തൊട്ടിലാട്ടി കൊടുക്ക. ഹസ്ബീ റബ്ബീ ജല്ലല്ലാഹ് മാ ഫീഹി ഖൽബി ഗൈറല്ലാഹ്. അങ്ങനെ പാടി പാടില്ല ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൊട്ടിലിങ്ങനെ ആട്ടണന്റെ ഇടയിൽ കുട്ടിയുടെ തല തൊട്ടിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് ചാടി, എന്റെ ബദരീങ്ങളെ. അതുവരെ പറഞ്ഞതാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആപത്ത് വന്നപ്പോ പടച്ചോനൊരു മൂലക്കിട്ടു, എന്റെ ബദരീങ്ങളെ. ഇന്ന് പോലെ മജ്‌ലിസുൻ നൂറിൽ നമ്മളെ വിളിക്ക, ബദരീങ്ങളുടെ കാവല് തരണേ. മറ്റും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിസ്കാരത്തിൽ എന്താ മൊയ്‌ലിയര് പറഞ്ഞേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. നമ്മളൊക്കെ എന്താ പറഞ്ഞേ? അഊദു ബില്ലാഹ് അല്ലേ? ആരോടാ ചോദിക്കണ്ടേ? ആരോടാ ചോദിക്കണ്ടേ? സാക്ഷാൽ ബദറിന്റെ രണഭൂമിയില് മുന്നോട്ട് ചില്ലാനം വരുന്ന ബദരീങ്ങള്, അവർക്കെതിരെ പോരാടിയ ആളാണ് ഇബ്ലീസ്. ആ ബദരീങ്ങളെ കണ്ട് ഇബ്ലീസ് ഓടിയില്ല. പിന്നെ ഇബ്ലീസ് ഓടുന്നത് എപ്പോഴാണെന്നറിയുമോ? ആകാശത്ത് നിന്ന് റബ്ബിന്റെ മലായിക്കത്തുകൾ അടരാടുന്നത് കണ്ടപ്പോ, ഇന്നീ യഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇബ്ലീസ് പേടിച്ച അല്ലാഹനോട് ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് കാവല് തേടിക്കോ. സാധാരണക്കാരന് മനസ്സിലാവാ നമ്മളൊക്കെ തേടിയതാരോടാ? ഖുല്ലഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. മനുഷ്യ മനസ്സിൽ ദുർമന്ത്രം നടത്തി പിന്മാറിക്കളയുന്ന ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് ജനങ്ങളുടെ രാജാധിരാജനായ, ജനങ്ങളുടെ രക്ഷിതാവായ, ജനങ്ങളുടെ ആരാധനായ അല്ലാഹ് നിന്നോട് കാവല് ചോദിക്കുന്നു. അല്ലാഹ് മജ്‌ലിസിനോട് ചോദിച്ചത് ബദരീങ്ങളോടാ, മഹ്ദറത്തുൽ ബദരിയ ചോദിച്ചത് ബദരീങ്ങളോടാ, അല്ലാഹുവിന്റെ ഖുർആൻ ചോദിച്ചത് അല്ലാഹുവിനോടാ, ബദരീങ്ങളെ ചോദിച്ചതും അല്ലാഹ്. സുന്നത്തിൽ എല്ലാരും ചോദിച്ച അല്ലാഹുവിനോടാ. അല്ലാഹുവിന്റെ നാമത്തിൽ ആരംഭിച്ചു ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
സർവലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹ് നിയന്ത്രിക്കുന്നവരെ പങ്കുവെച്ചു കൊടുത്തില്ല. സിഎം മടവൂരിന് കൊണ്ടുവന്നില്ല, ചിറ്റടി മേത്തലിന് സ്ഥാപിച്ചില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഖുത്ബുൽ അഖ്താബ് ലോകം നിയന്ത്രിക്കുന്ന അച്യുതണ്ട് ഔസുൽ ആദം അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞില്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനല്ലയാണ്. എല്ലാവരും സ്ഥാപിച്ചു തൗഹീദ്. എന്റെ മുരീദാരു നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലിക് പറഞ്ഞോവർ. മൊയ്തീശേന് മുരീദിനെ തൊടാൻ പറ്റൂല. ഖബർ ചോദ്യം ചെയ്താൽ ശൈഖ് വന്ന് മലക്കുള്ള വടി പിടിക്കും, അടിക്കാൻ പാടൂല. ഉണ്ടായിട്ടില്ല, നിങ്ങൾ മാലയിൽ പാടിയിട്ടില്ലേ? ഇല്ലേ? പക്ഷെ ഇതൊന്നും പറഞ്ഞില്ല. അന്നത്തെ അധിപൻ അല്ലയാ. അർറഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. എടുക്കുന്ന പ്രതിജ്ഞയില്ലയോ സമസ്തക്കാരെ, മുജാഹിദുകളോ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. 17 തവണ എടുക്കുന്ന പ്രതിജ്ഞയാണ് അല്ലാഹ്. നിന്നെ മാത്രം ആരാധിക്കുന്നു അല്ലാഹ്, നിന്നോട് മാത്രം സഹായം തേടുന്നു റബ്ബേ. ആയത്തിനെ വിശദീകരിച്ചത് ആരാ? ലോകത്തിന്റെ മുത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പ്രവാചകൻ പറയാണ്, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വ ഇദാ സ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ചോദിക്കുന്നുവെങ്കിൽ അല്ലാഹുവിനോട്, സഹായം തേടുന്നുവെങ്കിൽ അതും അല്ലാഹുവിനോട് മാത്രമാകണേ. അല്ലാഹ് നിന്നോട് ഇതുങ്ങൾ ഞാൻ ഇവിടെ പ്രസംഗത്തിൽ പറഞ്ഞ വഹാബികൾ പറഞ്ഞല്ലേ എന്ന് പറയാം. കാരണം എന്താ അറിയാം, നമുക്ക് പലതും അർത്ഥം അറിയണില്ല. പണ്ട് ഞങ്ങൾ ഉസ്താദ് പറയായിരുന്നു, വയത് പറയാമെന്ന മൊയിലേരും പറഞ്ഞുത്തറേ, ഫിറൗന് പിന്നെ നൂഹ് നബീന്റെ ഭാര്യ നരകത്തിലാണ്, ലൂത്ത് നബീന്റെ ഭാര്യ നരകത്തിലാണ്, ഫിറൗനിന്റെ ഭാര്യ സ്വർഗത്തിലാണ്. കേട്ടപ്പോ ആൾക്കാർക്ക് കണ്ട് ഇളകി. അങ്ങനെ മൊയിലേരെ തൂണുമ്പോ കെട്ടിട്ടുന്നാണ്, ആകെ പ്രശ്നം ഉണ്ടായി. അപ്പൊ ആള് പറഞ്ഞുത്തരേ, നിങ്ങളുടെ പള്ളിയിൽ ഉസ്താദിനോടൊന്ന് ചോദിച്ചു നോക്ക്, അങ്ങനെ ഇല്ലേ ഖുർആനില്? അപ്പൊ ഖത്തീബ് പറഞ്ഞു കൊടുത്ത്, അങ്ങനെ ഖുർആനിലുണ്ട്. ഫിറൗനിന്റെ ഭാര്യ ആസിയ സ്വർഗത്തിലാന്ന്, നൂഹ് നബീന്റെ ഭാര്യ നരകത്തിലാന്ന് ഖുർആനിലുണ്ട് പറഞ്ഞപ്പോ അന്ത മൊയിലേരങ്ങൾ നേരത്തെ പറഞ്ഞുതരാതിരുന്നേ, പറഞ്ഞങ്ങൾ എന്നെ പള്ളിയടക്കം കത്തിക്കൂലേ? അപ്പോ എന്ന് പറഞ്ഞ പോലെ നമുക്കറിയാം, പല ദീനും നമുക്കറിയാം, അർത്ഥങ്ങളും ആശയങ്ങളും അറിയാത്തതുകൊണ്ടാണ്. മൗലൂദിൽ നമുക്ക് സംഭവിക്കണത് തന്നെയാണ്. മങ്കൂസ് മൗലൂദ് പള്ളിയിലിരുന്ന് ഓതും, ഫഖാല ഉസ്മാൻ ബിൻ ഹുവൈരിസി മാലുഹു. അങ്ങനെ പള്ളിയിൽ ഉസ്താദ് ഇങ്ങനെ ചൊല്ലും, ഫഖാല ഉസ്മാൻ ബിൻ ഹുവൈരിസി. പള്ളിയിൽ ഇരിക്കണവർ മൊത്തം പറയും റളിയല്ലാഹു അൻഹു. ആൾക്കാരെ വിചാരം ഉസ്മാൻ ബിൻ ഹുവൈരിസി എന്ന് പറയുമ്പോൾ വലിയ സ്വഹാബിന്റെ പേരാണ്, അമ്പലത്തിലെ പൂജാരിന്റെ പേരാ പറയണേ. മൗലൂദില് റസൂല് ജനിച്ചപ്പോ വിഗ്രഹം വീണപ്പോ പൂജാരി ചോദിക്ക, നീ എന്തേ വിഗ്രഹമേ വീണ് കിടന്നു? ആ പൂജാരിയുടെ പേര് ഉസ്മാൻ ഇബ്നു ഹുവൈരിസി. കേൾക്കുമ്പോ നമ്മളൊക്കെ പറയും റളിയല്ലാഹു അൻഹു. നമ്മളുടെ ഇൽമും നോളജൊക്കെ അവിടെയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആശയങ്ങളെ മനസ്സിലാക്കാൻ അല്ലാഹ് നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അങ്ങനാണോ ജീവിതത്തിൽ? അത് കഴിഞ്ഞിട്ട് അള്ളാഹിനോട് ചോദിക്കുക, നേരായ മാർഗത്തിൽ ഞങ്ങളെ നയിക്കണേ അല്ലാഹ്. ഖുർആൻ നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, ആചാര്യ വീട്ടില് ഖുത്ബിയത്തുണ്ട്. ഉസ്താദ് എന്താ ചൊല്ലി? ബസ്സറു ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു. അമ്യദീശഹ അങ്ങ് പ്രവേശിച്ചതായ നേർമാർഗം, അങ്ങ് ഉടമപ്പെടുത്തിയതായ സന്മാർഗമില്ലേ? ഞങ്ങളെ കൂടെ നയിക്കണേ ശൈഖേ. മൊയ്തീശേഖനോട് നിസ്കാരത്തിൽ എന്തെല്ലാരും പറഞ്ഞേ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നീ അനുഗ്രഹിച്ചവരുടെ പാതയാണ് കേട്ടോ. വഅലിൽ മഗ്ദൂബി അലൈഹിം, നീ കോപിച്ചവരുടേതല്ല. വലല്ലാലിൻ, വഴിപിഴച്ചവരല്ല. ജൂത ക്രിസ്ത്യാനികളുടെ മാർഗമല്ല. മറിയം ബീബീനെ തേടിയോരുടെ മാർഗമല്ല. ഈസാ നബീനെ ആരാധിച്ചവരുടെ മാർഗമല്ല. നീ അനുഗ്രഹിച്ചവരുടെ മാർഗാണ്. ളുഹർ നിസ്കാരത്തിൽ ഫാത്തിഹ ഓതി മുഹമ്മദ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ജോസഫിനെ കണ്ടതാണ്. അപ്പൊ ജോസഫ് ചോദിച്ചു, അല്ല മുഹമ്മദേ, ഈ മറിയം ബീവിനെ പറ്റി നിങ്ങളുടെ ഖുർആനിലുണ്ടോ? ഉണ്ട്, ഖുർആനിൽ പറയുന്നുണ്ട്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ മറിയം ബീവി ഉണ്ട്, അവിടെയും പറയുന്നുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങളിലും അവിടെയും മറിയം ബീവി ഉണ്ട്. എന്നാ മറിയമേ രക്ഷിക്കണേ തേടാൻ പറ്റുമോ? തേടാൻ പാടില്ല. നിനക്കെതിരെ ഞാനിപ്പോ പറഞ്ഞിട്ടേ ഉള്ളൂ, വഅലിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. മറിയം ബീവിനോട് തേടാൻ പറ്റൂല, വഴിപഴച്ച മാർഗാണ്. ഓക്കെ,
മുനമ്പത്ത് ബീവിനെ പറ്റി ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസ് ഗ്രന്ഥങ്ങളിൽ അവിടെ ഇല്ല, ചരിത്ര ഗ്രന്ഥങ്ങളിൽ അവിടെ ഇല്ല. എന്നാ മുനമ്പത്ത് ബീവിയെ രക്ഷിക്കണമെന്ന് പറയാൻ പറ്റും, അതിന് കുഴപ്പമില്ല. അത് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. നിങ്ങൾ പറ, തമ്മിപ്പേദം ജോസഫാണോ മുഹമ്മദാണോ? ഖുർആൻ പറഞ്ഞിട്ടും ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ട് അവരോട് ചോദിക്കാൻ പാടില്ല എന്നൊരു ദീൻ പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് മാത്രമേ തേടാവുന്നല്ലേ? നിസ്കാരത്തിൽ എല്ലാരും പറഞ്ഞു റുക്കോയിലെ വാഴ്ത്തിയതും അല്ലാഹ്, ഇത്ദാലിൽ പ്രകീർത്തിച്ചതും അല്ലാഹ്, സുജൂദിലൂടെ തസ്ബീഹ് ചൊല്ലിയതും അല്ലാഹ്, രണ്ട് സുജൂദിന്റെ ഇടയിലെ ഇരുത്തത്തില് 7 കാര്യങ്ങൾ ചോദിച്ചതും അല്ലാഹ്, അവസാന അത്തഹിയ്യാത്തിന്റെ നിരന്തരമായ പ്രാർത്ഥനകളും അല്ലാഹ്. അല്ലാത്ത ആരോടും ഒരു തേട്ടമില്ല, സലാം വീട്ടുന്നത് വരെയും അല്ലാഹ്. സുന്നത്തിന്റെ പ്രത്യേകത തൗഹീദല്ലാതെ കാണൂല. വിത്ർ നിസ്കാരം തൗഹീദാ, സ്വലാത്ത് തൗഹീദാ, ദിക്ർ ചൊല്ലലും തൗഹീദാ. എല്ലാത്തിലും തൗഹീദുണ്ട്. മനുഷ്യന്മാരൊക്കെ അള്ളാനെ വിട്ട് പടപ്പേളിക്ക് പോവപ്പെടുന്നറിയോ? ജീവിതത്തിൽ നല്ല വിഷമവും സങ്കടങ്ങളും വരുമ്പോഴാ ആ ദുആഉൽ ദിക്റിലെ പോലും 4 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ചു പറഞ്ഞു നിന്റെ തൗഹീദ് ഉറപ്പിച്ചു നിർത്തിക്കോ. ഖുർആൻ പറഞ്ഞ മുഴുവൻ പ്രാർത്ഥനയും അല്ലാഹ് പയ്യങ്കി പള്ളിയുടെ മുന്നിലാ സംസാരിക്കുന്നതെന്ന ബോധ്യത്തോടെ നിങ്ങളോട് പറയാ, പള്ളിയിലെ ഖതീബിന്റെ കയ്യിൽ കൊടുത്തോ അല്ലാഹുവിന്റെ ഖുർആൻ. എന്നിട്ട് ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ ഈ ഖുർആൻ മുഹമ്മദ് നബിക്ക് അവതീർണമായതല്ലേ? ആണ്. ആ റസൂലുള്ളാഹിക്ക് മുമ്പ് ലക്ഷക്കണക്കിന് നബിമാരുണ്ടല്ലോ? ഉണ്ട്. എങ്കിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടോ ഹഖ്ജാഹ് ബറക്കത്തുണ്ടോ കൊടുത്ത കഴിവുണ്ടോ? ഒരു പ്രാർത്ഥന ഖുർആനിൽ നിന്ന് എഴുതി തരുമോ? കഴിയില്ല. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ കഴിയില്ല. ഉത്തരം കിട്ടുന്നത് വരെ പയ്യങ്കി നിവാസികളെ നിങ്ങൾ ചോദിക്കണം പണ്ഡിതന്മാരോട്. ഇങ്ങനെ ചോദിക്കാൻ ഒരു തെളിവ് കാണിച്ചു തരോ? മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് ഹഖ്ജാഹ് ബറക്കത്തോണ്ട് കൊടുത്ത കഴിവ് കൊണ്ട് ഒരേ ഒരു പ്രാർത്ഥനയെങ്കിലും ഖുർആനിൽ നിന്ന്. ഇവിടെ വേദി കെട്ടി ഞങ്ങൾ പറയുന്നു അല്ലാഹുവിനോട് മാത്രമുള്ള പ്രാർത്ഥന. ഫാത്തിഹ മുതലെടുത്തോ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, റബ്ബി ഇബ്നി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലി വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനി അദ്ദുർറു വഅൻത അർഹമുർ റഹീമീൻ. ദേവിമാരുടെ, ഔലിയാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, ബുദ്ധിയുള്ളവരുടെ, മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന പറയുന്നു ഖുർആൻ. മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹ്, അല്ലാതൊന്നും കാണൂല. ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്തോ, വീട്ടിൽ കയറുമ്പോ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ, പുതുവസ്ത്രം ധരിക്കുമ്പോ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോ, ക്ഷുദ്രജീവികളുടെ അക്രമങ്ങളെ ഭയപ്പെടുമ്പോ, കടക്കണിയിലൂടെ കുടുങ്ങുമ്പോ അല്ലാഹുവിനോടല്ലാതെ ഒരു പ്രാർത്ഥനയും കാണൂല. റബ്ബി റബ്ബന അല്ലാഹുമ്മ എന്നല്ലാതെ. എവിടെയാ തകരാറെന്നറിയോ? ഞാൻ വീട്ടിൽ നിന്ന് ളുഹർ നിസ്കരിക്കാൻ ഇറങ്ങുമ്പോ ഒരു പാമ്പിനെ കൊണ്ട് തല്ലിക്കൊന്നു. അവിടെ നിന്ന് വീട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കുമ്പോൾ അടുത്തൊരു പാമ്പ് അതിനെയും കൊന്നു. അസർ കഴിഞ്ഞിട്ട് ചായ കുടിച്ചിരിക്കുമ്പോൾ മൂന്നാമത്തെ ഒരു പാമ്പ് അതിനെയും കൊന്നു. പക്ഷെ എന്റെ മനസ്സ് വസ്വാസാവാൻ തുടങ്ങി. പള്ളിയിലെ മൊയ്ലേരെ അടുത്ത് പോയി ചോദിച്ചു, മൊയ്ലേരെ പാമ്പിനെ 3 പ്രാവശ്യമായി കാണണേ. പാമ്പിന്റെ ആള് റിഫായി ഷേഖ, മൂപ്പരുടെ പേരിൽ ഒരു യാസീൻ ഓതാ മതി. ഇതാണ് നാട്ടിലെ ഫത്വ അല്ലേ? മുത്തനബിയുടെ മുന്നിൽ ഒരു സഹാബി വന്നു, നബിയേ തേള് കടിച്ചിട്ടുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, നീ നേരം വൈകിക്കുമ്പോ അഊദു ബികലിമാത്തില്ലാഹി തആമ്മാതി മിൻ ശർരി മാ ഖലഖ എന്ന് നീ ദുആ ചെയ്തിരുന്നുവെങ്കിൽ ആ തേള് നിന്നെ ഉപദ്രവിക്കില്ലായിരുന്നു എന്ന്. പ്രിയമുള്ളവരെ, സുന്നത്തിലേക്ക് മടങ്ങാ. സുന്നത്തിൽ മുഴുവനും അല്ലാഹ് പെരുന്നാളിന്റെ ആഘോഷങ്ങളിൽ നമ്മൾ ചൊല്ലുന്ന തക്ബീർ അല്ലാഹുവിനോട്, ചെറിയ പെരുന്നാളാവട്ടെ, ഹജ്ജ് പെരുന്നാളാവട്ടെ, ഇബ്രാഹിം നബിയോടില്ല, ഹാജറിനോടില്ല, ഇസ്മായിലിനോടില്ല, കൊടുത്ത കഴിവ് കൊണ്ടില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. പക്ഷേ പുതിയ ദിനാചരണങ്ങൾ ഉണ്ടാക്കി, നബിദിനം വന്നു, നബിയോട് തേടി. അത് കഴിഞ്ഞ് റബീഉൽ ആഖിറ ജീലാനി ദിനം വന്നു. അത് വേറൊരു അട്ടിമറിയാ, അവർക്കൊന്നും നമുക്ക് സമയമല്ല. നബിദിനം അപ്പൊ നമ്മൾ വിചാരിച്ച ജീലാനി ദിനം ജീലാനി ജനിച്ചതാവും. അല്ലാട്ടോ, ജീലാനി മരിച്ചതാ.
എന്താ ജീലാനി ജനിച്ച ദിവസം ജീലാനി ദിനം ആഘോഷിക്കാത്ത? അത് റമദാൻ 1-നാണ്. ഓൾറെഡി ആ മാസം ബദരീങ്ങൾ ആണ്ടുണ്ട്. 12 മാസത്തെ വരെ സ്കെച്ച് കറക്റ്റാണ്. നബിദിനം, ജീലാനിദിനം, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ആണ്ട്, റിഫായി ഷെയ്ഖിന്റെ ആണ്ട്, ഇങ്ങനെ 12 മാസം ഉണ്ടാക്കി വെച്ച് ബദരീങ്ങളാണ്ട്, ഇങ്ങനെ 12 മാസം കറക്റ്റാണ്. അതുകൊണ്ട് റമദാനിൽ 2 സെലിബ്രേഷൻ വരുന്നുണ്ടാണ്. ഒന്നെടുത്തിട്ട് മരണം മാറ്റി ജനനാക്കിയിട്ട്, ജനനം മാറ്റി മരണാക്കിയിട്ട് റബീഉൽ ആഖിർ 11 ജീലാനിദിന ആഘോഷം. അപ്പൊ നബിദിനത്തിൽ നബിയോട് ചോദിച്ചു, അബ്ദുൽ മിസ്കീൻ റസൂലേ, അങ്ങയുടെ അടിമത വന്നിക്കണു നബിയെ. അത് കഴിഞ്ഞിട്ട് നേരെ ജീലാനിദിനം വന്നപ്പോഴോ ആദരവായ റസൂലൊളിവേ 14 മകനായവരെ ബദാദിൽ മറപ്പെട്ടൊളിവേ ശൈഖ് മുഹിയുദ്ദീൻ തങ്ങൾ കാത്തിടണേ. മൊയ്തീശേ ഞങ്ങളെ കാക്കണേന്ന് മലയാളത്തിൽ പാടി, വെല്ല നീലത്തിയെന്നും എന്നെ വിളിപ്പോർക്ക് തമിഴിൽ പാടി, അറബിയിലെ ഒരുപാട് ഒഴിഞ്ഞിരുന്നിട്ട് 1000 വട്ടം വിളിക്കണം പറഞ്ഞു. അപ്പൊ ചോദിച്ചു, മൊയിലേരെ നിങ്ങൾ എന്നെ 5-6 ഉസ്താദ്മാര് ഖുത്ബിയത്ത് പാടാൻ വന്നിട്ട് എങ്ങനെ ഒറ്റക്ക് വിളിക്കുക? അപ്പൊ ഉസ്താദ് പറഞ്ഞു, ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വിളിച്ചാൽ മതി. എന്താ പറയാ, കേറിപ്പോവാനുള്ള ഒരു സിഗ്നലാ. 1000 വിളി ഒരു 100 പള്ളിയുടെ മിനാരത്ത് ആരെ വിളിക്കണേ? മൊയ്തീശേഖിനോട്. ഔലിയാക്കളോട് ഒരു സ്നേഹവും ഇല്ലാത്ത വിഭാഗം മൊയ്തീശേഖിനെ വരാൻ വിളിക്കാൻ. ഉമ്മ ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് മോനോട് പറഞ്ഞു, മോനെ സിറ്റ് ഔട്ടിൽ വാപ്പിരിക്കണുണ്ടടാ, പത്രം വായിച്ചിട്ട് വാപ്പാനെ ചായ കുടിക്കാൻ വിളിക്കാൻ. മോൻ ഓടിപ്പോയിട്ട് വാപ്പാനോട് എന്തൊരു സ്നേഹമുള്ള മോനെ, മഹബത്തുള്ള മോനെ, ദീന് അതിരിക്കവിയുന്ന സ്നേഹത്തിന്റെ വായ്പാണെന്ന് ലോകത്ത് ആരെങ്കിലും പറയോ? പള്ളിയിൽ ഇങ്ങനെ മിനാരത്തിൽ കൂടെ ബഹളുണ്ടാക്കി ചാടിക്കളിച്ചിട്ട് മൊയ്തീശേഖിനെ വിളിക്കാൻ ആൾക്കാർ. എന്നിട്ട് അവരെ മാത്രമാണോ ഫാത്തിയ പാർസലായിട്ട് അയച്ചു കൊടുക്കണം കുത്തുബിയത്തിൽ? ആർക്കൊക്കെ എന്നറിയോ? ജിന്നൗലിയാക്കൾക്കാണ്. എഴുതി വെച്ചോ. വശ്വാസ് തശ്വീഷ് എന്നൊന്നും പറയുന്നില്ല, പേര് ഞാൻ പറയാൻ പോവാ. കുത്തിരുന്ന് പഠിച്ചതാ. മിനൽ ജിന്നി വൽ ഇൻസി ഖുബറാഇഹിം വറഅസാഇഹിം, ജിന്നിലെ നേതാക്കന്മാരെ ഔലിയാക്കള് അഹ്മർ വത്തംറയാത് വഹസ്തസ്ലഹ്കൂഷ് മൈമൂൻ ഹദലയാത് നസ്തലസ്തൂഷ് മൈമൂൻ സന്നിക് ശതദസ്കൂഷ് അബിയദ് ശംഹൂർ ശസൗബിആ അല്ലദീന ആഹദല്ലാഹു വനബിയഹു സുലൈമാൻ അലൈഹിസ്സലാം. ഖുത്ബിയത്തിന് മുമ്പ് ഫാത്തിഹ പാർസലായി അയച്ചു കൊടുക്കുമ്പോ 11 ജിന്നൗലിയാക്കൾക്ക് പയ്യങ്കി പള്ളിയിൽ ഇരുന്ന് ഫാത്തിഹ അയച്ചു കൊടുക്കുമ്പോ ആരാ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? ആരാ നിങ്ങളെ പഠിപ്പിച്ചു തന്നത്? എവിടുന്ന കിട്ടി? അപ്പൊ ഏത് ദിനാഘോഷം ആരുടെ പേരിലാണ് അവരോട് തേടലാണ്. പക്ഷേ അവരാരാണെന്ന് പഠിക്കണ്ടേ? അതുകൂടെ പറഞ്ഞ് നമുക്ക് ഇവിടെ പറയാം. ആരോടാ? മുഹ്യിദ്ദീൻ ശൈഖിനോട് തേടുന്നവര് ആരാ? മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി എന്നറിയുമോ? ലോകത്തിന് വിലപ്പെട്ട കിതാബുകൾ സമ്മാനിച്ച പണ്ഡിതനെന്ന് പറഞ്ഞില്ലോ. പ്രിയമുള്ളവരെ, 26-ാമത്തെ വയസ്സിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കുമ്പോ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്നത് 52-ാമത്തെ വയസ്സിലാ. അന്ന് നാട്ടുകാരെ വിളിച്ച പേരാണ് മുഹ്യിദ്ദീൻ. ദീനിന്റെ പുനരുദ്ധാരകനും മാലയില് പറഞ്ഞ പോലെ ദീനുൽ ഇസ്ലാം മനുഷ്യരൂപം പ്രാപിച്ചിട്ട് അതിനെ തടവിക്കൊടുത്തപ്പോ എഴുന്നേറ്റിരുന്നിട്ട് ദീനുൽ ഇസ്ലാം പറഞ്ഞു, പത്രോ ഞാൻ മനുഷ്യരൂപത്തിൽ വന്നതാ, മരിക്കാനായതായിരുന്നു, നിങ്ങളാണ് എന്നെ ജയിപ്പിച്ചത്, അതുകൊണ്ട് നിങ്ങളുടെ പേര് മുഹിയുദ്ദീനാണെന്ന് ഈക്ക് സമസ്ത പുറത്തിറക്കിയ മുഹിയുദ്ദീൻ മാല വ്യാഖ്യാനം 26-ാമത്തെ വരിയുടെ വിശദീകരണം മുസ്തഫൽ വൈസി എഴുതി വെച്ചത് മറക്കാനും തള്ളാനും കഴിയുമോ?